എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സിൽവികൾച്ചർ എന്താണെന്നാണ് പറയാൻ പോണത്. അതിൻ്റെ ഡെഫിനിഷനും ഒബ്ജക്റ്റീവ്സും സ്കോപ്പും ഒക്കെ പറയും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫോറസ്ട്രി എന്ന് പറയുന്ന ടേമിൻ്റെ ഡെഫിനിഷനും അതിൻ്റെ ക്ലാസിഫിക്കേഷനും ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഓഫ് ഫോറസ്ട്രിയും ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ സിൽവികൾച്ചറിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞത് എന്താണെന്ന് ഓർമ്മയുണ്ടോ? മരങ്ങൾ എങ്ങനെ വളർത്തും എന്നതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് സിൽവികൾച്ചർ. അതിൻ്റെ കുറച്ചുകൂടെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഡെഫിനിഷനും പിന്നെ എന്തൊക്കെയാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്നും സ്കോപ്പ് എന്നും നമ്മൾ ഈ ക്ലാസ്സിൽ പറയും. ഡെഫിനിഷൻ മാത്രം ഒന്ന് കാര്യമായിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക. ഒബ്ജക്റ്റീവ്സും സ്കോപ്പൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു ലോജിക്ക് വെച്ചിട്ട് അത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഡെഫിനിഷനിലോട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് സിൽവികൾച്ചറിൻ്റെ പ്രോപ്പർ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് ഫോറസ്ട്രി വിച്ച് ഡീൽസ് വിത്ത് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഡെവലപ്മെൻറ്റ്, കെയർ ആൻഡ് റീപ്രൊഡക്ഷൻ ഓഫ് സ്റ്റാൻഡ്സ് ഓഫ് ടിമ്പർ. എന്തൊക്കെ കുറിച്ചാണ് ഡീൽ ചെയ്യണത്? ഒരു സ്റ്റാൻഡ് എന്നാണ് നമ്മൾ പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ഫോറസ്റ്റിൻ്റെ ഡെഫിനേഷൻ പറയുമ്പോൾ സ്റ്റാൻഡിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഇറ്റ്സ് എൻ അഗ്രിഗേഷൻ ഓഫ് ട്രീസ് വിത്ത് യൂണിഫോം സ്പീഷീസ് ആണ്, സെയിം ഏജ് ആണ്, സെയിം സ്പേസിങ്ങിൽ നട്ടിരിക്കുന്ന ഒരു സിമിലർ ക്ലാസ് ഓഫ് ട്രീസിൻ്റെ ഒരു കൂട്ടത്തിനാണ് നമ്മൾ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. അതിനെ എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാം, പിന്നീട് എങ്ങനെ അതിനെ ഡെവലപ്മെൻറ്റ് ചെയ്യാം. അത് ഡെവലപ്മെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് ആണ് മെയിൻലി. പിന്നെ അതിനെങ്ങനെ കെയർ ചെയ്യാം, പിന്നെ അത് വീണ്ടും എങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്ന ഫോറസ്ട്രിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രാഞ്ചാണ് ഈ സിൽവികൾച്ചർ. ഈ സിൽവികൾച്ചറിൻ്റെ ബേസിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനാണ് നമ്മൾ സിൽവിക്സ് എന്ന് പറയുന്നത്. സിൽവിക്സ് എന്ന് പറയുന്നത് ഒരു ഹിസ്റ്ററിയാണ്. ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് ലൈഫ് ഹിസ്റ്ററി ആൻഡ് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ടു എ ഫോറസ്റ്റ് ട്രീസ്, ക്രോപ്സ് with particular reference to environmental factors as a basis of practice of silviculture. സിൽവികൾച്ചറിൻ്റെ ബേസിസ് ആണ് സിൽവിക്സ്. എന്താണ് സിൽവിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഹിസ്റ്ററി ആൻഡ് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്. ട്രീസിനെ നമ്മൾ എങ്ങനെ ഫോറസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒരു പുതിയ സ്ഥലത്ത് പുതുതായിട്ട് നമ്മൾ നടത്തുന്ന ഒരു ഫോറസ്ട്രി പ്രാക്ടീസസിനെയാണ് എഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. ട്രീസിനെ നമ്മൾ എങ്ങനെ എഫോറസ്റ്റ് ചെയ്യാം, അപ്പോൾ അതിന് ബേസിസ് ആയിട്ടുള്ള നമുക്ക് കുറച്ച് ഹിസ്റ്ററി ആവശ്യമാണ്. ആ ട്രീ എങ്ങനെ വളരും, ഈ ട്രീ എത്ര നാളുകൊണ്ട് എത്ര ഹൈറ്റ് വെക്കും, ഇതിന് ഏതൊക്കെ ഡിസീസുകളാണ് വരുന്നത്, ഇതിന് എന്തൊക്കെ വളങ്ങൾ ഇട്ട് കൊടുക്കണം, അത് ഓരോ ട്രീസിനും വ്യത്യസ്തമാണ്. അത് നമുക്ക് അതിൻ്റെ ഹിസ്റ്ററി പരിശോധിച്ചാൽ മാത്രമേ അറിയുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പൂർവികന്മാരായിട്ട് അവർക്ക് അറിയുന്ന വിവരങ്ങൾ, അതിനാണ് നമ്മൾ സിൽവിക്സ് എന്ന് പറയുക. ഒരു മരത്തിനെ സംബന്ധിച്ച് ഇതിപ്പോൾ നമുക്ക് തെങ്ങ് ഇങ്ങനെയാണ് വളരേണ്ടതെന്ന് നമ്മുടെ പൂർവികന്മാരോട്, വീട്ടിൽ വയസ്സായവരോട് ചോദിച്ചാൽ അറിയായിരിക്കുമല്ലോ. അത് തന്നെയാണ് സിൽവിക്സ്. ഇതാണ് സ്റ്റഡി ഓഫ് ദ ലൈഫ് ഹിസ്റ്ററി ഓഫ് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്. എങ്ങനെയാണ് അത് വളർത്തുന്നത്, അത് ഏത് സമയത്താണ് നടേണ്ടതെന്നുള്ളതിന് തൊട്ട് അതിനെ ഏത് സമയത്ത് ഹാർവെസ്റ്റ് ചെയ്യണം, അതെങ്ങനെ പരിപാലിക്കണം, എന്ത് ഡിസീസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചികിത്സയാണ് നമ്മൾ കൊടുക്കേണ്ടത്, ഇതൊക്കെ ഈ സിൽവിക്സ് പറയും. സിൽവിക്സ് ആണ് അതിൻ്റെ ഹിസ്റ്ററി. പിന്നെ അപ്പോൾ സിൽവികൾച്ചറിൻ്റെ ഡെഫിനേഷൻ, ഈ സിൽവിക്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് ട്രീനെ കൾച്ചർ ചെയ്യുന്നത് എന്നതാണ് സിൽവികൾച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിൽവിക്സ് പ്ലസ് കൾച്ചറാണ് സിൽവികൾച്ചർ. ഡെഫിനേഷൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സിൽവികൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ മരം വളർത്താം, അതിനെ നമ്മൾ എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാം, ഡെവലപ്പ് ചെയ്യാം, പിന്നീട് അതിനെ ഫർദർ എങ്ങനെ കെയർ ചെയ്യാം, വീണ്ടും അതിനെങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യാം, ഇതൊക്കെ നമ്മൾ ഡീൽ ചെയ്യുന്നത് സിൽവികൾച്ചറിലാണ്. ഇനി നമുക്കതിൻ്റെ ഒബ്ജക്റ്റീവ്സിലോട്ട് പറയാം. ഒബ്ജക്റ്റീവ്സ് മെയിനായിട്ടൊരു 7 പറയുന്നത്. ഇതിൽ കൂടുതൽ ഒബ്ജക്റ്റീവ്സ് നമുക്ക് വേണമെങ്കിൽ ഉൾപ്പെടുത്താവുന്നതാണ്, പക്ഷെ ഫോർ ദ സേക്ക് ഓഫ് സ്റ്റഡീസ് നമ്മൾ ഈ 7 മെയിനായിട്ട് പറയും. ഫസ്റ്റത്തെ എന്താണെന്ന് വെച്ചാൽ, പ്രൊഡക്ഷൻ ഓഫ് ഹൈ വോളിയം പെർ യൂണിറ്റ് ഏരിയ. നമ്മളിപ്പോൾ മരം വളർത്തുന്നത് നമുക്ക് ഒരു കെയറും ഇല്ലാതെ മരം വളർത്താൻ പറ്റും. നമ്മളൊരു സ്ഥലത്തിപ്പോൾ എല്ലാ ജൂൺ 5 കൊണ്ട് മരം നടുന്ന പോലെ മരം നടാം, വളരാം, അത് തന്നെ വളർന്നോളും. പക്ഷെ അതിൽ നിന്ന് എന്താണ് നമുക്ക് കിട്ടുന്നത്? എക്കോസിസ്റ്റം സർവീസസ് എന്തായാലും ഉണ്ട്, പക്ഷെ നമുക്കൊരു ഹൈ ക്വാളിറ്റി ടിമ്പറോ ഒരു മാക്സിമം വോളിയം പ്രൊഡക്ഷനോ കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ സിൽവികൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനെ കൾച്ചർ ചെയ്യാണ്, വെറുതെ വളരുകയല്ല മരം, നമ്മളതിനെ മാനിപ്പുലേറ്റ് ചെയ്യും. അതിൻ്റെ വളർച്ചയെ നമ്മൾ പല സ്റ്റേജുകളിൽ പല ഓപ്പറേഷൻസ് നടത്തിയിട്ട് അതിൻ്റെ വളർച്ചയെ നമ്മൾ ബെറ്റർ ആക്കും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു മെയിൻ ആയിട്ടുള്ളൊരു വരുമാനമാണ് ഹൈ വോളിയം പ്രൊഡക്ഷൻ. നമുക്ക് മാക്സിമം ടിമ്പർ വോളിയം പെർ യൂണിറ്റ് ഏരിയ, ഒരു ചെറിയൊരു ഏരിയയിൽ നിന്ന് നമുക്ക് വോളിയം വളരെ കൂടുതൽ കിട്ടും. അത് ഇതിൻ്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവാണ്.
സുപ്പീരിയർ ക്വാളിറ്റി ടിമ്പർ നമുക്ക് എന്തായാലും കിട്ടും അല്ലേ? ഒരു മരം വളർത്തി കഴിഞ്ഞാൽ ടിമ്പർ കിട്ടും. പക്ഷെ എന്ത് തരത്തിലുള്ള ടിമ്പർ ആയിരിക്കും കിട്ടുക? വളരെയധികം ബ്രാഞ്ചുകളുള്ള ഒരു മരങ്ങൾ, സ്ട്രെയിറ്റ് അല്ലാത്ത മരങ്ങൾ, അങ്ങനെ പല പല ടൈപ്പ് ഓഫ് ടിമ്പർ കിട്ടും. എപ്പോഴും നമ്മൾ ഐഡിയൽ ആയിട്ട് വിചാരിക്കുന്ന ഒരു ടിമ്പർ കിട്ടണമെന്നില്ല. സുപ്പീരിയർ ക്വാളിറ്റി ടിമ്പർ എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ബോൾ ആയിരിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന വലിയൊരു ടേപ്പറിംഗ് ഒന്നും ഇല്ലാത്ത നല്ലൊരു സ്ട്രെയിറ്റ് ബോൾ ആയിട്ടുള്ളൊരു ട്രീ ആയിരിക്കും നമ്മുടെ സുപ്പീരിയർ ക്വാളിറ്റി. തേക്കിൻ്റെയൊക്കെ കേസിൽ നമുക്ക് സുപ്പീരിയർ ക്വാളിറ്റി ടിമ്പർ എന്ന് ഏറ്റവും ഹൈ ക്വാളിറ്റി ടിമ്പർ എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ക്വാളിറ്റിയാണ്. ആ ഒരു ക്വാളിറ്റി ടിമ്പർ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് സിൽവി കൾച്ചറിലൂടെ സാധിക്കും. വെറുതെ ഒരു മരം വളരെയല്ല, നമ്മളതിൻ്റെ വളർച്ച മാനിപ്പുലേറ്റ് ചെയ്ത് നമുക്ക് നല്ല വോളിയം കിട്ടും, ക്വാളിറ്റി കൂടുതൽ സുപ്പീരിയർ ക്വാളിറ്റി കിട്ടും. പിന്നെ അടുത്ത് പറയുന്നത് എന്താ? പ്രൊഡക്ഷൻ ഓഫ് എക്കണോമിക്കലി വാല്യുബിൾ സ്പീഷീസ്. നമ്മളിപ്പം വീട്ടിൽ എന്തൊക്കെ മരങ്ങൾ നടാറുണ്ട്? നമുക്ക് വീട്ടിലോട്ട് ആവശ്യമുള്ള പഴങ്ങൾ നടാറുണ്ട്. പിന്നെ ഒരാവശ്യമില്ലാതെ കുറേ മരങ്ങളൊക്കെ വളരാറുണ്ട്. എക്കണോമിക്കലി ഒരാവശ്യമില്ലാതെ, പക്ഷേ എക്കണോമിക്കലി വാല്യുബിൾ ആയിട്ടുള്ള സ്പീഷീസുകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് അന്വേഷിച്ച് അറിയായിരിക്കും. തേക്കിൻ്റെ വില എത്രയാണെന്ന് അറിയായിരിക്കും, ചന്ദനം, അങ്ങനെ ഒരുപാട് എക്കണോമിക്കലി നല്ല വരുമാനം കിട്ടുന്ന മരങ്ങളുണ്ട്. അവരുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ സിൽവികൾച്ചർ മെയിനായിട്ട് യൂസ് ചെയ്യും. എക്കണോമിക്കലി വാല്യുബിൾ ആയിട്ടുള്ള സ്പീഷീസ് നാച്ചുറലായിട്ട് അത് റീപ്രൊഡ്യൂസ് ചെയ്യണമെന്നില്ല, അപ്പം നമ്മളതിനെ അസിസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതൊക്കെ ഈ സിൽവികൾച്ചറിൻ്റെ സ്റ്റഡീസിൽ പെടും. പിന്നെ റെഡ്യൂസിങ് ദ റൊട്ടേഷൻ ഓഫ് ദ സ്പീഷീസ്. റൊട്ടേഷൻ നമ്മൾ പറഞ്ഞായിരുന്നു, വിളവെടുപ്പ് വരെയുള്ള ആ ഒരു കാലഘട്ടം, നടുന്നത് തൊട്ട് വിളവെടുപ്പ് വരെയുള്ള ഒരു കാലഘട്ടമാണ് റൊട്ടേഷൻ. വിളവെടുപ്പ് കൂടുന്നതിന് നമ്മുടെ എഫേർട്ടുകളും കൂടുകയാണ്, നമ്മളെ സമയം, നമ്മളതിനകത്ത് ചിലവഴിക്കുന്ന പൈസ എല്ലാം കൂടുകയാണ്. അപ്പോൾ റൊട്ടേഷൻ ചെറിയ റൊട്ടേഷനിൽ നല്ല ക്വാളിറ്റി ടിമ്പർ, ഹൈ വോളിയം പ്രൊഡക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ അതായിരിക്കും നമുക്ക് ലാഭകരമായിട്ടുള്ളത്. അതൊക്കെ നമുക്ക് സിൽവികൾച്ചറിലൂടെയാണ് സാധ്യമാവുന്നത്. എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്? വോളിയം കൂട്ടുക, സുപ്പീരിയർ ക്വാളിറ്റി ടിമ്പേഴ്സ് ഉണ്ടാക്കുക, എക്കണോമിക്കലി വാല്യുബിൾ ആയിട്ടുള്ള സ്പീഷീസിൻ്റെ പ്രൊഡക്ഷൻ, റൊട്ടേഷൻ കുറയ്ക്കുക, റെഡ്യൂസിങ് ദ റൊട്ടേഷൻ ഓഫ് ദ സ്പീഷീസ്. പിന്നെ പറയുന്നത് വളരെ ജനറൽ ആയിട്ടുള്ള 3 കാര്യങ്ങളാണ്. എഫോറസ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പൊരു കൃഷിയോ ഒരു വെജിറ്റേഷനോ ഒന്നുമില്ലാത്തൊരു തരിശായിട്ടുള്ളൊരു സ്ഥലം, അങ്ങനെയുള്ള സ്ഥലത്തിനെ നമുക്ക് വീണ്ടും കൊണ്ടുവരാൻ, വീണ്ടും ജൈവികമായിട്ട് ബെറ്ററായിട്ട് കൊണ്ടുവരാനാണ് നമ്മൾ ഈ എഫോറസ്റ്റേഷൻ ചെയ്യുന്നത്. മുമ്പ് ഒരു തരത്തിലുള്ള പ്ലാന്റിങ് ഹിസ്റ്ററി ഇല്ലാത്തൊരു ലാൻഡിൽ നമ്മൾ ട്രീകൾ നടുക, സീഡ്ലിങ്സ് നട്ട് ട്രീ ആയിട്ട് വളർത്തിക്കൊണ്ടുവരിക, അതിനെയാണ് എഫോറസ്റ്റേഷൻ. എഫോറസ്റ്റേഷൻ്റെ കാര്യത്തിൽ നമ്മൾ ഓർക്കേണ്ടത്, അവിടെ മുമ്പ് ഒരു പ്ലാന്റിങ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി ഇല്ല. പക്ഷേ റീഫോറസ്റ്റേഷൻ്റെ കാര്യത്തിൽ അത് ആണ്. അവിടെ മുമ്പ് വെജിറ്റേഷൻ ഉണ്ടായിരുന്നു, പിന്നെ സംഹൗ നമ്മുടെ മോസ്റ്റ് പ്രോബബ്ലി ഹ്യൂമൻ ഇൻ്റർവെൻഷൻ കാരണം അവിടെ മരങ്ങൾ വെട്ടി, അങ്ങനെയൊക്കെ ആയിരിക്കാം. ഒരു മാസീവ് ഹാർവെസ്റ്റിംഗ് ഒക്കെ നടന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഫോറസ്റ്റ് കാണണമെന്നില്ലല്ലോ. അപ്പം നമ്മൾ അതേ ഏരിയയിൽ വീണ്ടും ഫോറസ്ട്രി ആക്ടിവിറ്റീസ് തുടങ്ങാം, സീഡ്ലിങ്സ് വീണ്ടും നട്ട് മരങ്ങളായിട്ട് വളരുക, അതിനാണ് റീഫോറസ്റ്റേഷൻ എന്ന് പറയാം. ഫോറസ്റ്റേഷനും റീഫോറസ്റ്റേഷനും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇൻട്രൊഡക്ഷൻ ഓഫ് എക്സോട്ടിക്സ്. പണ്ട് നമ്മുടെ നേറ്റീവായിട്ടുള്ള സ്പീഷീസുകൾ അത് വളരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവർ നമ്മുടെ കാലാവസ്ഥയോട് അനുയോജ്യമായിട്ടുള്ളവരാണ്. അപ്പോൾ അവരുടേതായിട്ടുള്ള സമയം എടുത്തിട്ടേ വളർന്നു വരുള്ളൂ. പിന്നെ ഒരുപാട് ആവശ്യത്തിന് നമ്മൾ പുറം രാജ്യത്തെ ടിമ്പറിനെ ആശ്രയിക്കുന്നുണ്ട്. എക്സാമ്പിൾ, നമ്മൾ ഈ പൈനസുകളും മേപ്പിൾ അങ്ങനെയൊക്കെയുള്ള സ്പീഷീസൊക്കെ പുറം രാജ്യത്തു നിന്ന് വന്ന സ്പീഷീസുകളാണ്. അത് നമ്മളിവിടെ ഒരുപാട് നമ്മുടെ കൺസ്ട്രക്ഷൻ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അവരുടെ ഒരു ഇൻട്രൊഡക്ഷനും എല്ലാം സിൽവികൾച്ചർ വഴിയാണ് വന്നത്. മരങ്ങൾ കൾട്ടിവേറ്റ് ചെയ്യുക, അതിൻ്റെ പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക, ഇതൊക്കെ സിൽവികൾച്ചറിൽ വരുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ 7 പറഞ്ഞത്? വോളിയം കൂടുതൽ ഉൽപ്പാദിപ്പിക്കുക, സുപ്പീരിയർ ക്വാളിറ്റിയിലുള്ള ടിമ്പറുകൾ ഉണ്ടാക്കുക, എക്കണോമിക്കലി വാല്യുബിൾ ആയിട്ടുള്ള സ്പീഷീസുകൾ പ്രൊഡ്യൂസ് ചെയ്യുക, ട്രീകളുടെ റൊട്ടേഷൻ കുറയ്ക്കുക, എഫോറസ്റ്റേഷൻ, റിഫോറസ്റ്റേഷൻ ആൻഡ് ഇൻട്രൊഡക്ഷൻ ഓഫ് എക്സോട്ടിക്സ്. ഇത് വളരെ ജനറൽ ആയിട്ടുള്ള കുറച്ച് ഒബ്ജക്റ്റീവ്സ് ആണ്, ഓർത്ത് വയ്ക്കുക. പിന്നെ പറയുന്നത് സ്കോപ്പാണ്. ഒരുപാട് സ്കോപ്പുകൾ നമുക്ക് സിൽവികൾച്ചറിന് പറയാം. ഇതിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല, ഒരുപാട് സ്കോപ്പുകളുണ്ട്. ഫോറസ്റ്റ് റീജനറേഷൻ ആൻഡ് എഫോറസ്റ്റേഷൻ. നാച്ചുറലായിട്ട് റീജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ സ്പീഷീസുകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ
നമ്മുടെ എഫേർട്ടിൽ, ഹ്യൂമൻസിൻ്റെ എഫേർട്ടിൽ റീജനറേറ്റ് ചെയ്യിപ്പിക്കാറുണ്ട്. അതൊക്കെ ഈ സിൽവികൾച്ചറിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. സിൽവികൾച്ചറിൻ്റെ ഒരു സ്കോപ്പാണ്. പിന്നെ എഫോറസ്റ്റേഷൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. തരിശായി കിടക്കുന്ന ഒരു ലാൻഡിൽ, മുമ്പ് പ്ലാന്റിങ് ഹിസ്റ്ററിയോ ഒന്നുമില്ലാത്തൊരു ലാൻഡിൽ നമ്മൾ വീണ്ടും മരങ്ങൾ നടുന്നു. ഇപ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസ് അങ്ങനെ നടക്കുന്നുണ്ട്. വളരെ ഡ്രൈ ആയിട്ടുള്ള സ്ഥലം, മുമ്പ് ക്വാറികളായിരുന്ന സ്ഥലങ്ങളിൽ അവിടെയൊന്നും വലിയ പ്ലാന്റിങ് ഹിസ്റ്ററി ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ അവിടെയുള്ള സ്ഥലങ്ങൾ അവരെ നമ്മൾ വെജിറ്റേഷനിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി എഫോറസ്റ്റേഷൻ പ്രോഗ്രാംസ് നടത്താറുണ്ട്. പല പല ശാസ്ത്ര സാഹിത്യ പരിഷത്തൊക്കെ പോലെയുള്ള കുറേ NGOs ഒക്കെ അതിൽ ഫണ്ടിങ് കൊടുക്കാറുണ്ട്. പിന്നെ ടിമ്പർ ആൻഡ് വുഡ് പ്രൊഡക്ഷൻ, ഇതാണ് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സ്കോപ്പ് എന്ന് പറയുന്നത്. നമ്മൾ എന്തിനാണ് മരങ്ങൾ നടുന്നത്? ആസ് എ സിൽവികൾച്ചറിസ്റ്റ് നമുക്ക് ബെറ്റർ ടിമ്പർ കിട്ടാൻ, നല്ല വുഡ് പ്രൊഡക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മരങ്ങൾ നടുന്നത് സിൽവികൾച്ചർ ബേസിസിൽ. പിന്നെ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻസ് ഒരു ബ്രോഡ് ടേമാണ്. ബയോഡൈവേഴ്സിറ്റിനെ നമ്മൾ കൺസർവ് ചെയ്യാൻ എന്താണ്, നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മരങ്ങൾ നടാറുണ്ട്. ഇതൊരു ഇൻഡയറക്റ്റ് സ്കോപ്പാണ്, ഡയറക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. സോയിൽ വാട്ടർ കൺസർവേഷനും കാർബൺ സെക്വസ്ട്രേഷനും ഇതൊക്കെ നമുക്കൊരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സ്കോപ്പാണെന്ന് പറയാം. മരങ്ങൾ നടുന്നതിലൂടെ മണ്ണൊലിപ്പ് തടയുന്നു, പിന്നെ നമുക്ക് വെള്ളം മണ്ണിലോട്ടധികം വലിച്ചിറക്കാൻ പറ്റുന്നുണ്ട്. കാർബൺ സെക്വസ്ട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു കോസ് എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നതാണ്. അപ്പോൾ ഇതിന് നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മിറ്റിഗേഷൻ പ്രാക്ടീസാണ് മരങ്ങൾ നടുക. മരങ്ങൾ എന്താ ചെയ്യുക? അവരവരുടെ ഫോട്ടോസിന്തസിസിന് കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്ത് പിന്നീട് അത് അവരുടെ ബോഡിയിൽ തന്നെ വുഡായിട്ട് ശേഖരിച്ച് വയ്ക്കും. അതാണ് ഈ കാർബൺ സെക്വസ്ട്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മരങ്ങൾ നടുന്നത്. പിന്നെ എഗ്രോ ഫോറസ്ട്രി, ഫാം ഫോറസ്ട്രി, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അഗ്രികൾച്ചറൽ റാൻഡ്സിലുള്ള ഫോറസ്ട്രി പ്രാക്ടീസസ് ആണ് ഫാം ഫോറസ്ട്രി. അഗ്രികൾച്ചറൽ ക്രോപ്സ് അലോങ് വിത്ത് ട്രീസ് ആണ് എഗ്രോ ഫോറസ്ട്രി. അർബൻ ഫോറസ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിറ്റീസുകളിലൊക്കെ നടത്തുന്ന ഫോറസ്ട്രി പ്രാക്ടീസസ്. ഇതൊക്കെ ഒരു സിൽവികൾച്ചറിൻ്റെ വളരെ ബ്രോഡായിട്ടുള്ള സ്കോപ്പാണ്. ഇതിൽ കൂടുതലും സ്കോപ്പുകൾ ഒരുപാടുണ്ടാവാം, നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ നോൺ ടിമ്പർ ഫോറസ്റ്റ് പ്രൊഡക്ട്സ്, മരം ചിന്തിക്കുമ്പോൾ നമ്മൾ അത് ചിന്തിക്കുക വെട്ടി നമുക്ക് ആ തടി എടുക്കാം. അതല്ലാതെ ഒരുപാട് വേറെ നോൺ ടിമ്പർ ഫോറസ്റ്റ് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്നത് തേൻ നമുക്ക് ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്നതാണ്, കുന്തിരിക്കം. പിന്നെ ഒരുപാട് മെഡിസിനൽ യൂസുകളുള്ള സാധനങ്ങൾ. തേൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ഒരുപാട് ടൈപ്പ് തേനുകളുണ്ട്. അതൊരു നോൺ ടിമ്പറാണ്. പിന്നെ റബ്ബറിൽ നിന്ന് കിട്ടുന്ന പോലെ പാല്, അതുപോലെ മട്ടിയിൽ നിന്ന് കിട്ടുന്ന പശ, ഇതൊക്കെ ഒരു നോൺ ടിമ്പർ ഫോറസ്റ്റ് പ്രൊഡക്റ്റാണ്. പിന്നെ ഫോറസ്റ്റ് ഹെൽത്ത് ആൻഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്, കാടിനെ നമ്മൾ സംരക്ഷിക്കുമ്പോൾ നമുക്കറിയാലോ നമുക്കൊരുപാട് ചലഞ്ചസ് വരും ഫോറസ്റ്റിനെ സംബന്ധിച്ച്. ഫോറസ്റ്റ് ഹെൽത്ത് നമ്മൾ നോക്കണം. ഫോറസ്റ്റ് ഹെൽത്ത് ഇൻ ദ സെൻസ് അതിൻ്റെ രോഗങ്ങൾ വരുന്നത് മാത്രമല്ല, അതിനൊരുപാട് ത്രെട്ടുകളുണ്ട്. ഫോറസ്റ്റ് ഫയർ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ത്രെട്ടാണ്. പിന്നെ ഇൻവേസീവ് സ്പീഷീസ് കൂടുതലായിട്ട് വരുന്നത് ഒരു ത്രെട്ടാണ്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ സിൽവികൾച്ചറാണ് വരും. പിന്നെ പെസ്റ്റ് മാനേജ്മെൻറ്റ്, ആസ് ഐ ഓൾറെഡി സൈഡ്, പെസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരം പെസ്റ്റ് അറ്റാക്സ് ഫോറസ്റ്റിൽ ഉണ്ടാവാം. ഇതിപ്പോൾ സിമിലർ സ്പീഷീസ് ആണെങ്കിൽ പെസ്റ്റ് അറ്റാക്ക് വളരെ സിവിയർ ആവും. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ഫോറസ്റ്റ് അവിടെ പല തരത്തിലുള്ള പല സ്പീഷീസിലുള്ള മരങ്ങളാണുള്ളത്. പെസ്റ്റ് മാനേജ്മെൻറ്റ് കമ്പാരിറ്റീവ്ലി ഈസിയർ ആണ് ഇൻ ദ കേസ് ഓഫ് ഫോറസ്റ്റ്. കാരണം അവിടെ സ്പീഷീസ് വളരെ വ്യത്യസ്തമാണ്. ഓരോ സ്പീഷീസിനെ അറ്റാക്ക് ചെയ്യുന്നത് വിവിധ തരത്തിലുള്ള പെസ്റ്റുകളാണ്. അപ്പോൾ അത് നമുക്കൊരു സ്കോപ്പായിട്ട് വയ്ക്കാം. പിന്നെ ലൈവ്ലിഹുഡ് ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, കാടിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അതിൽ നമ്മുടെ ട്രൈബ്സാണ് മെയിനായിട്ടുള്ളത്. അവരുടെയൊക്കെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും നമുക്ക് ഈ ഫോറസ്റ്റിനെ സിൽവികൾച്ചർ കൊണ്ടുപോവാം. സ്കോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ തരത്തിലോട്ട് ഈ സിൽവികൾച്ചറിനെ എത്തിക്കാം എന്നുള്ളതാണ്. ഐ ഹോപ്പ് എവറിത്തിങ് ഈസ് ക്ലിയർ. ഇതൊരു കഥ പോലെ കേട്ടു പോകാൻ പറ്റുന്നതേ ഉള്ളൂ. അടുത്ത പോർഷൻ നമ്മൾ പറയുന്നത് പ്ലാന്റ്സിനും അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക്കലി എന്താണെന്ന് അറിയാം. കിങ്ഡം പ്ലാന്റയിൽ വരുന്ന എല്ലാവരും
പ്ലാന്റ്സ് ആണ്. ഒരു ഫോട്ടോസിന്തറ്റിക് ആണ്. ഫോട്ടോസിന്തറ്റിക് എന്ന് വെച്ചാൽ ഫോട്ടോസിന്തസിസ് വഴി സ്വയമായിട്ട് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നവരാണ്. യൂക്യാരിയോട്ടിക് ആണ്. അവർക്കൊരു ഡെഫിനറ്റ് ആയിട്ടുള്ള സെല്ലുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. പിന്നെ മൾട്ടി സെല്ലുലാർ. ഓക്കെ, നമുക്കിപ്പം എവല്യൂഷൻ്റെ കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ് ആദ്യം വന്നത്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് പ്ലാന്റ്സ് അവർ മൾട്ടി സെല്ലുലാർ ആണ്. ഇത് ബേസിക് ആണ്. അതങ്ങനെ ഓർത്ത് വെക്കേണ്ട കാര്യമുണ്ടോ എന്ന് അറിയില്ല. മേ ബി ഫോട്ടോസിന്തറ്റിക്, യൂക്യാരിയോട്ടിക്, മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആണ് ഈ പ്ലാന്റ്സ്. പ്ലാന്റ്സിന് നമ്മൾ മെയിനായിട്ട് 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്: ഹെർബ്, ഷ്രബ്, ട്രീ ആൻഡ് ക്ലൈംബർ. ഹെർബ് എന്ന് പറയുമ്പോൾ വളരെ ചെറിയ ഹൈറ്റിലുള്ളതായിരിക്കും. 1 മീറ്ററിൽ താഴെ ഹൈറ്റിലുള്ളവർ പ്ലാന്റ്സ് ആണ് ഈ ഹെർബ്സ്. ഹെർബ്സ് വളരെ ഗ്രീൻ ആയിരിക്കും. ദേ ആർ നോട്ട് ഡ്രൈ, ദേ ആർ ഗ്രീൻ. പിന്നെ വളരെ ടെൻഡർ ആയിരിക്കും. നമുക്കൊരു ഒറ്റ ഞെട്ടിൽ തന്നെ അത് പൊട്ടിച്ചെടുക്കാൻ പറ്റും. ഹെർബ് ക്ലിയർ ആണെന്ന് വരിക്കും. നമ്മൾ ഈ ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ് കാണപ്പെടുന്ന കാട്ടിലായാലും നമ്മൾ നാട്ടിലായാലും ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ് കാണപ്പെടുന്ന പ്ലാന്റ്സ് ആണ് ഈ ഹെർബ്സ്. അതിൽ നിന്നും കഴിഞ്ഞ് കുറച്ചുകൂടെ ഹൈറ്റിൽ വരുമ്പോൾ, അതായത് ഒരു 1 മീറ്ററിന് മുകളിൽ 6 മീറ്ററിൽ താഴെ ഹൈറ്റ് വരുന്നവരാണ് ഷ്രബ്സ്. ഷ്രബ്സ് കുറച്ച് വുഡി ആയിരിക്കും. അത് കുറച്ചുകൂടെ കട്ടിയുള്ളതായിരിക്കും. ഈ ബേസിൽ നിന്ന് തന്നെ അത് പല പല ബ്രാഞ്ചസ് ആയിട്ട് വളർന്നു വരും. അതാണ് ഷ്രബ്സ്. അപ്പോൾ എന്താ നമ്മുടെ ഡെഫിനേഷൻ പറഞ്ഞത്? 1 മീറ്ററിനും 6 മീറ്ററിനും ഇടയിലായിരിക്കും അതിൻ്റെ ഹൈറ്റ്. വുഡി പെരിനിയൽസ് ആയിരിക്കും. പെരിനിയൽസ് മീൻസ് ഒരുപാട് വർഷങ്ങളോളം ജീവിക്കാൻ പറ്റുന്നവരാണ് ഈ വുഡി പെരിനിയൽസ്. പിന്നെന്താ അതിൻ്റെ ബ്രാഞ്ചിങ് ഫ്രം ദ ബേസിൽ നിന്ന് തന്നെ അതിന് പല ബ്രാഞ്ചിങ് ഉണ്ടാവും. ട്രീൻ്റെ കേസ് പറയുമ്പോൾ ട്രീക്ക് ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു ബോൾ ഉണ്ടാവും, ഒരു നടു പോർഷൻ ഉണ്ടാവും, അതിനൊരു ക്രൗൺ ഉണ്ടാവും, ഇലകളൊക്കെ മൂടപ്പെട്ട ഒരു ക്രൗൺ ഉണ്ടാവും. 6 മീറ്ററിന് മുകളിലായിരിക്കും എപ്പോഴും ട്രീയുടെ ഹൈറ്റ്. ക്ലൈംബർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മൾ ഈ ചുറ്റിപ്പിണഞ്ഞ് പോകുന്ന ഒരുപാട് തരം വള്ളികളില്ലേ, ട്വിന്നേഴ്സ് ഓർ ക്രീപ്പേഴ്സ്, അതിങ്ങനെ മരങ്ങളിൽ ഇങ്ങനെ അള്ളിപ്പിടിച്ച് കയറിപ്പോകുന്നതാണ് ക്ലൈംബേഴ്സ്. ദാറ്റ്സ് നോട്ട് മച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ കേസ് ഓഫ് ട്രീസ്. അപ്പോൾ നമ്മളിത് ഓർത്ത് വയ്ക്കുക. 1 മീറ്ററിൽ താഴെ ഹൈറ്റ് ഉള്ളത് ഹെർബ്സ് ആണ്. ഷ്രബ്സ് എന്ന് പറയുമ്പോൾ 6 മീറ്റർ, ലെസ് ദാൻ 6 മീറ്റർ ബട്ട് മോർ ദാൻ 1 മീറ്റർ. അവർ വുഡി നേച്ചറുള്ളവരായിരിക്കും. കട്ടി കൂടുതലായിരിക്കും. പെട്ടെന്ന് അങ്ങ് പൊട്ടിച്ചങ്ങ് കൊണ്ടുപോകാൻ പറ്റില്ല. പെരിനിയൽസ് ആയിരിക്കും. 1-2, 3 വർഷങ്ങൾ, ബഹുവർഷികൾ എന്നാണ് ഈ പെരിനിയൽസിന് പറയാം. പിന്നെ ബേസിൽ നിന്ന് തന്നെ അതിന് ബ്രാഞ്ചിങ് പോകും. ഇൻ ദ കേസ് ഓഫ് ട്രീ അതിനൊരു ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു ബോൾ ഉണ്ടാവും, ക്രൗൺ ഉണ്ടാവും, 6 മീറ്ററിന് മുകളിൽ ഹൈറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്കതിൽ ഡീറ്റെയിൽ ആയിട്ട് ട്രീസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു പോവാം. ഫസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ലീവ്സ് ആണ്. എന്താണ് നമ്മുടെ മരങ്ങളുടെ അടുക്കള എന്ന് പറയുന്നത് ലീവ്സ് ആണ്. അത് പലതരത്തിൽ ഡിഫറൻഷിയേറ്റഡ് ആണ്. അതിൻ്റെ കളർ ഓരോ സ്പീഷീസിനും ഓരോ കളറായിരിക്കാം, സൈസ് ആയിരിക്കാം, ടെക്സ്ചർ ആയിരിക്കാം. ഇതൊക്കെ നമുക്ക് സ്പീഷീസ് വൈസ് ചേഞ്ച് ചെയ്തു പോകും. ലീഫ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡൻറ്റിഫൈങ് ഫീച്ചറാണ് ഓരോ മരത്തിൻ്റെ കേസിലും. പിന്നെ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് ദ ലോവർ സർഫസ് ഓഫ് ലീഫ് കവേർഡ് വിത്ത് വൈറ്റ് കളേർഡ് സബ്സ്റ്റൻസസ്. ഈ ഫോട്ടോയിൽ കാണുന്നില്ലേ, ഈ ഇലയുടെ അടിഭാഗം ഒരു വൈറ്റ് കളേർഡ് സബ്സ്റ്റൻസസ് ആയിട്ട് കവർ ചെയ്തിരിക്കും. അതൊരു ഡിസ്റ്റിങ്വിഷൻ ഫീച്ചറാണ്. ഏത് സ്പീഷീസിൻ്റെ അറിയോ? ക്വിർക്കസ് ഇൻകാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പീഷീസിൻ്റെ ഐഡൻറ്റിഫൈങ് ഫീച്ചറാണ് ഈ ലീഫിൻ്റെ താഴെയുള്ള ഈ വെള്ളപ്പൊടി. പിന്നെ ചില മരങ്ങൾക്ക് അത് പല പല സീസൺസിൽ ഇലകളുടെ കളർ ചേഞ്ച് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള സ്വഭാവം കാണിക്കാറുണ്ട്. അതിന് നമ്മൾ ഓട്ടം ടിൻഡ് എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ ലാനിയ കൊറമാൻഡലിക്ക എന്ന് പറയുന്നത് നമ്മുടെ ആഷ് ട്രീ ആണ്. അതിൻ്റെ മലയാളം നെയിം എനിക്ക് അറിയില്ല. ഇറ്റ്സ് ബെറ്റർ ടു സ്റ്റഡി ഇംഗ്ലീഷ് സയൻറ്റിഫിക് നെയിംസ് ബിക്കോസ് മലയാളം പേരുകൾ വളരെ കൺഫ്യൂസിങ് ആണ്. അത് പല ഏരിയയിൽ പല പേരുകളാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ സയൻറ്റിഫിക് നെയിംസിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ ലാനിയ കൊറമാൻഡലിക്കയുടെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ യെല്ലോ കളറാണ് കാണിക്കുക. അത് ഇലകൾ കൊഴിയുന്നതിന് തൊട്ട് മുന്നേ അത് നല്ല മഞ്ഞ കളറ്, മരം മുഴുവൻ മഞ്ഞ കളറാകും. അത് നല്ല ഭംഗിയുള്ള. പിന്നെ അനോജീസിസ് ലാറ്റിഫോളിയയ്ക്ക് മലയാളത്തിൽ മഴുക്കാഞ്ഞിര എന്ന് പറയും. ബെറ്റർ ആക്സിൽ വുഡ് അല്ലെങ്കിൽ അനോജീസിസ് ലാറ്റിഫോളിയ എന്ന് തന്നെ പഠിച്ചിരിക്കുക. അത് കൊഴിയുന്നതിന് മുന്നേ അത് ഡാർക്ക് റെഡ് അല്ലെങ്കിൽ നല്ല ബ്രൗൺ ഷെയ്ഡിലായിരിക്കും അതിൻ്റെ ഇലകൾ ഉണ്ടാവുക.
ഇതൊരു എക്സാമ്പിളാണ്. പിന്നെ ലീഫ് ഷെഡിങ് പാറ്റേൺസ് വെച്ചിട്ട് നമ്മൾ ഇതിന് മുമ്പേ തന്നെ ഡിസ്കസ് ചെയ്തു. രണ്ടായിട്ടാണ് മരങ്ങളെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, എവർഗ്രീനും ഡെസിഡിയസും. നിത്യഹരിതമായിട്ടുള്ളതും ഇല പൊഴിയുന്നതും. നിത്യഹരിതമായിട്ടുള്ളതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ് പറഞ്ഞേക്കണേ? നിത്യഹരിതം മീൻസ് പെരിനിയൽ, അത് ബഹുവർഷികളാണ്. നെവർ വിത്തൗട്ട് എ ഗ്രീൻ ഫോളിയേജ്. അതിന് പച്ച ഇലകളല്ലാത്ത സമയം നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഫോൾഡ് ഓൾഡ് ലീവ്സ്. നിത്യഹരിതം എന്ന് പറഞ്ഞാൽ ഇലകൾ കൊഴിയുന്നില്ല എന്നല്ല, അതിന് പുതിയ ഇലകൾ വരുന്നവരെ അതിൻ്റെ പഴയ ഇലകളെ അത് റീറ്റെയിൻ ചെയ്യും. ഇതിന് എക്സാമ്പിൾ നമ്മുടെ മാഞ്ചിഫെറ ഇൻഡിക്ക, മാവ്, മൈക്കീലിയ ചെമ്പകം, സിട്രസ് ദിയോദാര, ദേവദാരു. ഇവരൊക്കെ എവർഗ്രീൻ സ്പീഷീസിന് എക്സാമ്പിളാണ്. ഏതൊക്കെയാണ്? നമ്മുടെ മാഞ്ചിഫെറ ഇൻഡിക്ക, മൈക്കീലിയ ചെമ്പക ആൻഡ് സിട്രസ് ദിയോദാര. പിന്നെ ഡിസിഡിയസ് എന്ന് പറയുമ്പോൾ വർഷത്തിലെ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്കതിന് ഇലയില്ലാതെ കാണാൻ പറ്റും. എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് അക്കേഷ്യ കാറ്റച്ചു, ബോംബാക്സീബേൻ്റെ ചില സ്ഥലങ്ങളിൽ അതിനെ പൂള എന്നൊക്കെ വിളിക്കും. മുള്ളിലവ്, പൂള അങ്ങനെയൊക്കെ വിളിക്കാറുണ്ട്. പിന്നെ ടെർമിനേലിയ ടൊമൻറ്റോസിൻ്റെ മലയാളം നെയിം ഐ തിങ്ക് തെമ്പാവ് എന്നോ അങ്ങനെ എന്തോ ആണ് ടെർമിനേലിയ ടൊമൻറ്റോസയുടെ കോമൺ നെയിം. ബെറ്റർ ടു സ്റ്റഡി ടെർമിനേലിയ ടൊമൻറ്റോസ, അക്കേഷ്യ കാറ്റച്ചു ആൻഡ് ബോംബാക്സീബ. അപ്പോൾ ഇലകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇലകൾ ഓരോ സ്പീഷീസിനും വ്യത്യാസമാണ്. അതിൻ്റെ കളറ്, സൈസ്, ടെക്സ്ചർ എല്ലാം വേരി ചെയ്യും. ഒരു എക്സാമ്പിൾ പറഞ്ഞത് ക്വർക്കസ് ഇൻകാനയുടെ കേസിൽ അതിൽ ലീഫിൻ്റെ അടിവശത്ത് വെള്ളപ്പൊടി പോലെ ഒരു സംഭവം കാണാം. അതിൻ്റെ ഐഡൻറ്റിഫൈങ് ഫീച്ചറാണ്. പിന്നെ ചില മരങ്ങളിൽ ഇലകൾ പൊഴിയുന്നതിന് മുന്നേ അതിൻ്റെ ലീഫിൻ്റെ കളർ ചേഞ്ച് ചെയ്യും. എക്സാമ്പിൾ യെല്ലോ കളർ ഇൻ ലാനിയ കൊറമാൻഡലിക്ക, പിന്നെ ഡാർക്ക് റെഡ് ഓർ ബ്രൗൺ ഷെയ്ഡ് ഇൻ അനോജിസസ് ലാറ്റിഫോളിയ. ലീഫ് ഷെഡിങ് പാറ്റേണിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. എവർഗ്രീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിത്യഹരിതം, എപ്പോഴും അതിൽ പച്ചിലകളായിരിക്കും. എക്സാമ്പിൾ മാഞ്ചിഫെറ ഇൻഡിക്ക, മൈക്കീലിയ ചെമ്പക, സിട്രസ് ദിയോദാര. ഡെസിഡിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വർഷത്തിൽ ഏതെങ്കിലും ഒരു സമയം ഇലകളില്ലാതെ കാണപ്പെടും, ഇലപൊഴിയും മരങ്ങൾ. എക്സാമ്പിൾ അക്കേഷ്യ കാറ്റച്ചു, ബോംബാക്സീബ, ടെർമിനേലിയ ടൊമൻറ്റോസ. പിന്നെ ലീഫ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത് നമ്മൾ സ്റ്റെമ്മിലോട്ട് വരാം. സ്റ്റെം എന്ന് പറയുന്നത് എന്താ? ഇറ്റ്സ് എ ബോൾ refers to lower part of the stem up to the point where the main branches are given off. മരത്തിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആ ഒരു പോർഷൻ, ഫസ്റ്റ് ബ്രാഞ്ചിങ് വരുന്ന വരെയുള്ള ആ ഒരു പോർഷനെയാണ് നമ്മൾ ബോൾ എന്ന് വിളിക്കുന്നത്. അതാണ് നമുക്ക് ഈ ഫിഗറിൽ കാണാൻ പറ്റും. എന്താണ് ബോൾ? ജനറലി ഹാവ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിക്രീസിങ് ദ ഡാമേജ്. ഓക്കെ, നമ്മുടെ സ്റ്റെമ്മിലെ ഒരു മെയിൻ പോർഷനാണ് ഈ ബോൾ. ഈ ബോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ തടിയുടെ കേസിൽ ബോളിന് വളരെയധികം ഇമ്പോർട്ടൻസ്. ഈ ബോളാണ് നമ്മൾ മെയിനായിട്ട് വിൽക്കുക. അപ്പോൾ ജനറലി സ്റ്റെംസ് ഹാവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിക്രീസിങ് ദ ഡയമീറ്റർ ഫ്രം ബേസ് ടു അപ്വേർഡ്സ്. ദിസ് ഇസ് ടെക്നിക്കലി കോൾഡ് ടേപ്പർ. നമ്മൾ എല്ലാവർക്കും അറിയുന്ന കേസാണ്. മരങ്ങളുടെ താഴത്തെ ഡയമീറ്റർ ആവില്ല മുകളിലത്തെ ഡയമീറ്റർ. മുകളിലെത്തുമ്പോഴത്തേക്ക് അതിൻ്റെ ഡയമീറ്റർ കുറയും. അതായത് അത് കൂർത്താണ് വരുന്നത്. അതിനെയാണ് നമ്മൾ ടേപ്പർ എന്ന് വിളിക്കുക. അത് വലിയ കൺഫ്യൂഷൻ ഇല്ലാത്തൊരു കാര്യമാണ്. പിന്നെ ബട്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റുകൾ അതാണ് മെയിനായിട്ട് പറയുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന ഒരുപാട് ട്രീകൾക്കും ഈ ബട്രസ് കാണാൻ പറ്റും. ഈ ലാറ്ററൽ റൂട്ട്സ് വെർട്ടിക്കലി നമ്മുടെ മരങ്ങളുടെ താഴത്തെ പോർഷനിൽ കുറച്ചിങ്ങനെ വീതിക്ക് ഇങ്ങനെ വരുന്നുണ്ടാവും. അത് ആ ട്രീയുടെ ഒരു ബെറ്റർ സ്റ്റെബിലിറ്റിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ബട്രസ് വരുന്നത്. ഈ താഴോട്ട് ഇങ്ങനെ ഭയങ്കര വീതിക്ക് ഇങ്ങനെ പല വേരുകൾ ഇങ്ങനെ പോകുന്നുണ്ടാവും. അതിനാണ് ബട്രസ് എന്ന് പറയുക. അത് ഒരുപാട് സ്പീഷീസിലുണ്ട്. ഈ ബോംബാക്സീബ നേരത്തെ പറഞ്ഞായിരുന്നു. പൂള, മുള്ളിലവ് അതിലൊക്കെ ഉണ്ടാവും. പിന്നെ ടീറോകാർപ്പസ് ഡാൽബജിയോഡ്സ്, ടെർമിനേലിയ മെരിയോകാർപ്പ, എക്രോകാർപ്പസ് ഫ്രാക്സിനിഫോളിയസ്, ഇതിലൊക്കെ ബട്രസ് കാണാൻ പറ്റും. നമ്മൾ നാട്ടിൻപുറത്ത് കാണുന്ന ഒരുപാട് മരങ്ങളിൽ ബട്രസ് ഉണ്ട്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഫ്ലൂട്ടിംഗ് എന്ന് പറയുന്നത് ഒരു സീരിയസ് ഡിഫക്റ്റ് ആണ്. ഇറഗുലർ ഇൻവല്യൂഷൻസ് ആൻഡ് സ്വെല്ലിങ്സ് ഓൺ ദ ബോൾ. ഇങ്ങനെ ഇറഗുലറായിട്ട് ഇങ്ങനെ ചെറിയ ഇങ്ങനെ ഒരു എരപ്പ് ഇങ്ങനെ കാണാൻ പറ്റും നമുക്ക് ട്രീയുടെ ബോളിൽ. അതിനെയാണ് നമ്മൾ ഫ്ലൂട്ടിംഗ് എന്ന് പറയുക. അത് ഭയങ്കര ഒരു സീരിയസ് ആയിട്ടുള്ളൊരു ഡിഫക്റ്റ് ആണ്. ഏതിൻ്റെ കേസിൽ? ടെക്ടോണ ഗ്രാൻഡിസ് നമ്മൾ വളരെ അധികം ഓർത്തിരിക്കേണ്ട ഒരു സയൻറ്റിഫിക് നെയിമാണ്. നമ്മുടെ തേക്കിൻ്റെ
സയൻറ്റിഫിക് നെയിമാണ് ഈ ടെക്ടോണ ഗ്രാൻഡിസ്. ഇത് സ്റ്റെമ്മിൻ്റെ കേസ് ക്ലിയർ ആണെന്ന് തോന്നുന്നു. സ്റ്റെമ്മിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്രിൻസിപ്പൽ ആക്സസ് ഓഫ് ദ പ്ലാന്റ് ഫ്രം വിച്ച് ബഡ്സ് ആൻഡ് ഷൂട്ട്സ് ആർ ഡെവലപ്ഡ്. മരത്തിൻ്റെ ഒരു പ്രിൻസിപ്പൽ ആക്സസ് ആണ്, അതിൽ നിന്നാണ് എല്ലാ ബ്രാഞ്ചിങ്ങും ബഡ്സും എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റെമ്മ് കഴിഞ്ഞു. പിന്നെ ക്രൗൺ. മരങ്ങളുടെ കേസിൽ ക്രൗൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഐഡൻറ്റിഫൈങ് ഫീച്ചറാണ്. ഇറ്റ്സ് എ അപ്പർ ബ്രാഞ്ചി പാർട്ട് ഓഫ് ദ ട്രീ അബോവ് ദ ബോൾ. ബോൾ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ബ്രാഞ്ച് വരുന്ന വരെയുള്ള ഒരു പോർഷനാണ് നമ്മൾ ബോൾ എന്ന് വിളിച്ചത് അല്ല, കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞു. അതിനുശേഷമുള്ള ബ്രാഞ്ചി ആയിട്ടുള്ള ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ ക്രൗൺ എന്ന് വിളിക്കുന്നത്, എബോവ് ദ ബോൾ. ദ എക്സ്പാൻഷൻ ഓഫ് ദ ക്രൗൺ ഇൻ ടേംസ് ഓഫ് ലെങ്ത് ആൻഡ് വിഡ്ത്ത്, അതിനെയാണ് ക്രൗൺ ഡെവലപ്മെൻറ്റ്. ക്രൗൺ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കുമല്ലോ ഒരു ക്രൗൺ ഉണ്ടാവുക, ഫുള്ള് ഇലകളായിട്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ക്രൗൺ. അതിൻ്റെ ലെങ്ത് വൈസ് വളരുന്നതിനും വിഡ്ത്ത് വൈസ് വളരുന്നതിനെയാണ് ക്രൗൺ ഡെവലപ്മെൻറ്റ് എന്ന് പറയാം. ക്രൗണിൻ്റെ വളർച്ച. പിന്നെ അത് ഓരോ സ്പീഷീസിനും ഓരോ ടൈപ്പ് ഓഫ് ഷേപ്പ് ഓഫ് ക്രൗൺ ആണ്, സൈസ് ഓഫ് ക്രൗൺ ആണ്, അത് വളരെ വ്യത്യാസമായിട്ടുള്ള. പിന്നെ അതിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻസ് പറയുന്നുണ്ട് ടൈപ്പ് ഓഫ് ക്രൗൺസിന്. ഫസ്റ്റ് വൺ ഇസ് സ്പെറിക്കൽ ആയിട്ടുള്ള ക്രൗൺ ആണ്. എക്സാമ്പിൾ പറയുന്നത് മാഞ്ചിഫെറ ഇൻഡിക്ക മാങ്ങയിൽ, എസാഡിറക്റ്റ ഇൻഡിക്ക നമ്മുടെ നീമാണ്, ആര്യവേപ്പിൻ്റെ ക്രൗണ് സ്പെറിക്കൽ ടൈപ്പാണ്. ടാമറിൻഡസ് ഇൻഡിക്ക പുളിയാണ്. മധുക്ക ഇൻഡിക്ക ഐ ഡോണ്ട് നോ ദ കോമൺ നെയിം. മധുക്ക ഇൻഡിക്കയും എല്ലാം നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന. ഇതിൻ്റെയൊക്കെ ക്രൗൺ എന്ന് പറയുമ്പോൾ വളരെ സ്പെറിക്കൽ ആയിട്ടുള്ള ക്രൗൺ ആണ്. പിന്നെ ഭയങ്കര സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള ഒരു ക്രൗൺ നമ്മൾ ഹൈ എലവേഷൻസിലൊക്കെ കാണാൻ പറ്റും. ഇലകളൊക്കെ ഏകദേശം ഒരേ ഇതിലായിരിക്കും ഉണ്ടാവുക, സിലിണ്ട്രിക്കൽ ആയിട്ടാണ് ഉണ്ടാവുക. അതിന് എബി സ്പിൻഡ്രോയും സ്പെസിയ സ്മിത്തിയാനെയാണ് ഇതിന് എക്സാമ്പിൾ പറയുന്നത്. മെയിനായിട്ട് ഹൈ എലവേഷൻസിലാണ് ഇത് കാണപ്പെടുക. പിന്നെ ബ്രോഡ് ആൻഡ് ഫ്ലാറ്റ് ടോപ്ഡ്, അതിനൊരു എക്സാമ്പിളാണ് ഈ താഴത്തെ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നത്. അൽബീസിയ സ്റ്റിപ്പുലേറ്റ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ഒരു മരമാണ്. അതിൻ്റെ പൂവുകൾ നല്ല റോസ് കളറിൽ ഇങ്ങനെ നീഡിൽസ് ആയിട്ടുള്ളൊരു പൂവുകളാണ് ഈ അൽബീസിയ സ്റ്റിപ്പുലേറ്റ. പിന്നെ അക്കേഷ്യ പ്ലാറ്റിഫോമിസും ഉണ്ട്. ഇതിൻ്റെ മുകളിലൊരു ഫ്ലാറ്റ് ആയിരിക്കും. നമുക്ക് മുകളിൽ നോക്കി കഴിഞ്ഞാൽ അത് ഭയങ്കര ഫ്ലാറ്റ് ആയിരിക്കും, പക്ഷെ താഴെ നിന്ന് ഇങ്ങനെ ബ്രോഡായിട്ടാണ് ഇങ്ങനെ പോവുക. പിന്നെ കോണിക്കൽ ഷേപ്ഡ് മെയിനായിട്ട് പൈനസ് സ്പീഷീസ് ആണ് കോണിക്കൽ ഷേപ്പിൽ കാണാൻ പറ്റുക. ലോ എലവേഷൻ കോണിഫേഴ്സ് എല്ലാവരും കാണിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ പൈനസും ബാക്കിയുള്ള ഇവരൊക്കെ കാണിക്കും. ഓക്കെ, പിന്നെ ബ്രൂം ഷേപ്ഡ് വെച്ച് കഴിഞ്ഞാൽ ചൂല് പോലെ തന്നെ ഉണ്ടാവും. അതിങ്ങനെ താഴോട്ടേക്ക് ഇങ്ങനെ ബ്രാഞ്ച് ചെയ്ത് പോകും. അതിന് എക്സാമ്പിൾ അക്കേഷ്യ നിലോട്ടിക്കയാണ്. പിന്നെ ഫ്രണ്ടോസ് ഷേപ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ ഞെട്ടിന്ന് തന്നെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഒരുപാട് ബ്രാഞ്ചസോ ഇലകളോ, അതിനാണ് ഫ്രണ്ടോസ് എന്ന് പറയാം. അതിന് പ്രസോപ്പിസ് ജൂലിഫ്ലോറയാണ് അതിന് എക്സാമ്പിൾ. ഈ സ്പീഷീസുകളൊക്കെ ചെറിയ രീതിക്ക് ഓർത്ത് വയ്ക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഈ ക്രൗണിന് ഇത്ര ഡിഫറൻസിയേഷൻ ഉണ്ട് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇത് ഓരോ ട്രീക്കും ഡിഫറെൻ്റ് ആയിരിക്കും, അത് ഓർത്ത് വയ്ക്കുക. പിന്നെ റൂട്ട് എന്ന് പറയുമ്പം എല്ലാവർക്കും അറിയാം, റൂട്ട് ഡെവലപ്സ് ഇൻസൈഡ് ദ സോയിൽ വിച്ച് ഇസ് അവേ ഫ്രം ദ സൺലൈറ്റ്. മണ്ണിൻ്റെ അടിയിലാണ് കാണപ്പെടുന്നത്. 2 ടൈപ്പ് റൂട്ടുകളുണ്ട്, ടാപ്പ് റൂട്ട്സ് ആൻഡ് ലാറ്ററൽ റൂട്ട്സ്. അതിൽ തന്നെ മെയിൻ ആയിട്ടുള്ള റൂട്ട് നമ്മുടെ ടാപ്പ് റൂട്ടാണ്. അത് നമ്മൾ പ്രൈമറി റൂട്ട് എന്നും വിളിക്കും. പ്രൈമറി ഡിസെൻഡിങ് റൂട്ട് ഫോംഡ് ഡയറക്റ്റ് പ്രൊലോങ്ങേഷൻ ഓഫ് റാഡിക്കിൾ. ഫസ്റ്റ് എംബ്രിയോയിൽ നിന്നും പുറത്തു വരുന്നത് റാഡിക്കിൾ അല്ലേ, ആ റാഡിക്കിൾ എക്സ്റ്റെൻഡ് ചെയ്ത് പോയിട്ടാണ് ഈ ടാപ്പ് റൂട്ട് ഉണ്ടാകുന്നത്. പിന്നെ ഈ ടാപ്പ് റൂട്ടിൽ നിന്ന് പിന്നെ സ്പ്രെഡ് ചെയ്ത് പോകുന്ന റൂട്ട്സ് ആണ് ലാറ്ററൽ റൂട്ട്സ്, വിച്ച് സ്പ്രെഡ്സ് ലാറ്ററലി ടു സപ്പോർട്ട് ദ ട്രീസ്. മെയിനായിട്ട് ഒരു ട്രീൻ്റെ ആങ്കറേജ് എന്ന് പറയുന്നത് അതിൻ്റെ ലാറ്ററൽ റൂട്ട്സ് ആണ്. അതിങ്ങനെ പടർന്ന് ആ മരത്തിന് ഒരുപാട് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഈ ലാറ്ററൽ റൂട്ട്സിൻ്റെ മെയിനായിട്ടുള്ള എയിം. പിന്നെ ഡെപ്ത്, വേരുകൾ എത്ര ആഴത്തിൽ ഇറങ്ങി പോകുന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് നമ്മളതിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഷാലോ റൂട്ടഡ് ആൻഡ് ഡീപ്പ് റൂട്ടഡ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ പ്ലാവുകളും മാവുകളൊക്കെ വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ട്രീസാണ്. ഷാലോ റൂട്ടഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സർഫസ് ഫീഡേഴ്സ് ആയിട്ടുള്ള ട്രീസാണ് ഈ ഷാലോ റൂട്ട്സ് എന്ന് പറയുക. അതിൻ്റെ വേരുകൾ അധികം ഇറങ്ങിപ്പോവില്ല, അതിങ്ങനെ
സർഫസിനോട് ഒരു ചെറിയൊരു ഡിസ്റ്റൻസിൽ മാത്രം ഇങ്ങനെ പടർന്ന് കിടക്കുന്നുണ്ടാവും. ഒരു ആങ്കറേജ് വളരെ നല്ലതായിരിക്കും. പക്ഷെ ഇൻ ദി കേസ് ഓഫ് നാച്ചുറൽ കലാമിറ്റീസ്, വലിയൊരു കാറ്റുകളോ അങ്ങനെ എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡാമേജ്ഡ് ആയി പോകുന്നത് ഈ ഷാലോ റൂട്ടഡ് സ്പീഷീസുകളാണ്. ഇനി റൂട്ട്സ് തന്നെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണെങ്കിൽ, റൂട്ട്സ് ഏരിയലാണ്. ചില റൂട്ട്സ് അതായത് ഗ്രൗണ്ടിന് മുകളിൽ വളരുന്നതാണ് അവർ, അല്ലെങ്കിൽ എയറേറ്റിംഗ് ആണ്. അപ്പം അങ്ങനെയുള്ള റൂട്ട് ഈസ് ഡിഫൈൻഡ് ആസ് വിച്ച് ബിയർ നോ ലീവ്സ്. അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻസിൽ നമ്മൾ റൂട്ട്സിന് പറയുന്ന ഡെഫിനിഷനാണ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് പ്ലാന്റ് ബോഡി വിച്ച് ബിയർസ് നോ ലീവ്സ് ലാക്ക് നോട്ട്സ്. നോട്ട്സും ലീവ്സും ഇല്ലാത്ത പ്ലാന്റിന്റെ പാർട്ടാണ് റൂട്ട് എന്ന് ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ പറയും. നമ്മൾ നേരത്തെ റൂട്ടിന് പറഞ്ഞ ഡെഫിനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിനടിയിൽ കാണപ്പെടുന്ന സൺലൈറ്റിൽ നിന്ന് എവേ ആയിട്ടുള്ള ഒരു പ്ലാന്റ് പാർട്ടാണ് റൂട്ട് എന്നാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ ഏരിയകളായിട്ടുള്ള റൂട്ടുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പം ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ റൂട്ടിന് കൊടുക്കുന്ന ഡെഫിനേഷൻ ബിലോ ദ ഗ്രൗണ്ട് എന്നല്ല, ഇറ്റ്സ് എ പാർട്ട് ഓഫ് പ്ലാന്റ് ബോഡി വിച്ച് ബിയേഴ്സ് നോ ലീവ്സ് ലാക്ക് ഇന്റർനോട്ട്സ്. അതിൽ ഫസ്റ്റ് നമ്മൾ ഏരിയൽ റൂട്ട്സിൻ്റെ കേസിൽ പറയാൻ പോകുന്നത് അഡ്വൻറ്റീഷ്യസ് റൂട്ട്സ് ആണ്. അത് ഏതൊക്കെ പാർട്ടിൽ നിന്ന് അഡ്വൻറ്റീഷ്യസ് റൂട്ട്സ് വരാം? സ്റ്റെമ്മിൽ നിന്ന്, ബ്രാഞ്ച്, ലീഫ്, ഓർ അതർ ഓൾഡ് വുഡി റൂട്ട്സിൽ നിന്നൊക്കെ അഡ്വൻറ്റീഷ്യസ് റൂട്ട്സ് വളർന്നു വരാം. അതിനൊരു എക്സാമ്പിളാണ് വില്ലോയ്ക്ക് വേറൊരു പേരാണ് സാലിക്സ്. പിന്നെ എയറേറ്റിംഗ് ആയിട്ടുള്ള റൂട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു, വിച്ച് ഗ്രോസ് എബോവ് ദ ഗ്രൗണ്ട് എസ്പെഷ്യലി ഇൻ എബോവ് ദ വാട്ടർ. വെള്ളത്തിലുള്ള കേസിലാണ് ഈ എയറേറ്റിംഗ് റൂട്ട്സിൻ്റെ ആവശ്യം വരുന്നത്. അത് മെയിനായിട്ട് നമ്മൾ നമ്മുടെ കണ്ടൽ സ്പീഷീസുകളിലാണ് കാണപ്പെടുന്നത്. ഈ കണ്ടലിൻ്റെ എക്സാമ്പിളാണ് ഈ അവിസീനിയ സൊനറേഷ്യ എന്നൊക്കെ പറയുന്നത് കണ്ടലിൻ്റെ സ്പീഷീസാണ്. ഇതാണ് ഗ്യാസ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ഈ ന്യൂമാറ്റോഫോഴ്സ് അഥവാ എയറേറ്റിംഗ് റൂട്ട്സിന് എയിം അതാണ്. അതായത് ഇവരൊരു അനേറോബിക് കണ്ടീഷനിലാണ് വളരുന്നത്, വെള്ളത്തിൻ്റെ അടിയിലാണ് വളരുന്നത്. അപ്പോൾ അതിലേക്ക് ബ്രീത്ത് ചെയ്യാൻ, ഗ്യാസ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ന്യൂമാറ്റോഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് ഒരു മെയിൻ ട്രീ ട്രങ്ക്, അതിൽ നിന്ന് പോകുന്ന ലാറ്ററൽ റൂട്ട്സിൽ നിന്നാണ് പിന്നീട് ഈ റൂട്ട്സ് മുകളിലോട്ട് വളർന്ന് അതായത് നമ്മുടെ ഗുരുത്വാകർഷണത്തിന് ഓപ്പോസിറ്റായിട്ട് വളർന്ന് പിന്നീട് ലെൻറ്റിസെൽസ് രൂപപ്പെട്ട് ന്യൂമാറ്റോഫോഴ്സ് ആയിട്ട് ഗ്യാസ് എക്സ്ചേഞ്ച് ചെയ്ത് അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുന്നത്. ന്യൂമാറ്റോഫോഴ്സ് എന്നാണ് ഈ എയറേറ്റിംഗ് റൂട്ട്സിൻ്റെ പേര്. എക്സാമ്പിൾ അവിസീനിയ, സൊനറേഷ്യ, അതൊക്കെ. ഇനി വരുന്നത് ഏരിയൽ റൂട്ട്സ് ആണ്. ഏരിയൽ റൂട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എബോവ് ദ ഗ്രൗണ്ട് കാണപ്പെടുന്ന റൂട്ട്സ് ആണ്. ചില മരങ്ങളിൽ ഈ റൂട്ട്സ് നമുക്ക് ട്രങ്കിന് മെയിനായിട്ടുള്ള ആ ഒരു ട്രങ്കിന് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വളർന്നു പോകാറുണ്ട്. അതിനാണ് നമ്മൾ പ്രോപ്പ് റൂട്ട്സ് എന്ന് പറയുന്നത്. മെയിനായിട്ട് നമ്മുടെ ആൽമരത്തിൻ്റെ ഫൈക്കസ് സ്പീഷീസിലാണ് ഈ പ്രോപ്പ് റൂട്ട്സ് കാണപ്പെടുന്നത്. എക്സാമ്പിൾ ഫൈക്കസ് ഗ്ലോമറേറ്റയിൽ. പിന്നെ എപ്പിഫൈറ്റിക് ഓർക്കിഡ്സിലും ഇതുപോലത്തെ പ്രോപ്പ് റൂട്ട്സ് കാണാറുണ്ടെന്ന് പറയുന്നു. പിന്നെ അടുത്ത ടൈപ്പ് ഓഫ് റൂട്ട്സ് ആണ് ഹോസ്റ്റോറിയൽ റൂട്ട്സ്. ഹോസ്റ്റോറിയൽ റൂട്ട്സ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് പാരസൈറ്റിക് ആയിട്ടുള്ള പ്ലാന്റ്സിൽ ഇമേജസിൽ കാണപ്പെടുന്ന പോലെ അതാണ് അവരുടെ റൂട്ട്സ്. ആ റൂട്ട്സിൽ ഈ പടർന്നു കിടക്കുന്ന ആ ഒരു സാധനമാണ് അവരുടെ റൂട്ട്സ്. അതിൽ ചെറിയ ചെറിയ ബമ്പുകൾ കാണാൻ പറ്റും. അതിനാണ് നമ്മൾ ഹോസ്റ്റോറിയ എന്ന് പറയുന്നത്. ഈ ഹോസ്റ്റോറിയ വഴിയാണ് ഇവർ വാട്ടറും ന്യൂട്രിയൻസും ഒക്കെ അബ്സോർബ് ചെയ്യുന്നത്. വേറൊരു പ്ലാന്റിൻ്റെ വാട്ടറും ന്യൂട്രിയൻസും ഒക്കെ അബ്സോർബ് ചെയ്യുന്ന ആ ഒരു പോർഷനാണ് ഹോസ്റ്റോറിയ എന്ന് പറയുന്നത്. ഈ ഹോസ്റ്റോറിയ ഉള്ളത് ഏതൊക്കെ പ്ലാന്റ്സിലാണ്? മിസ്റ്റിൽട്ടോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇത്തിൽക്കണ്ണിയിലും, പിന്നെ ഡോഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ കസ്ക്യൂട്ട പ്ലാന്റ് ആണെന്ന് തോന്നുന്നു ഡോഡർ. ഇത് മിസ്റ്റിൽട്ടോയും ഡോഡറൊക്കെ അതിന് എക്സാമ്പിളാണ്. പിന്നെ ഈ ഹോസ്റ്റോറിയ കാണപ്പെടുന്ന ഒരു മരമുണ്ട് നമ്മുടെ ചന്ദനം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജുകളിൽ അതൊരു സെമി റൂട്ട് പാരസൈറ്റ് ആണ്. അപ്പോൾ അതിന് സ്വന്തമായിട്ട് ന്യൂട്രിയൻസ് വലിച്ചെടുക്കാനുള്ള കഴിവില്ല. അപ്പോൾ അതിലും ഈ ഹോസ്റ്റോറിയൽ റൂട്ട്സ് കാണാറുണ്ട് ഫോർ അബ്സോർബിങ് ന്യൂട്രിയൻസ് ഫ്രം അതർ പ്ലാന്റ്സ്. അവർ പോയി പിടിക്കുന്നത് വേറെ പ്ലാന്റ്സിൻ്റെ റൂട്ടുകളിലാണ്. ഇവർക്ക് തന്നെ വലിച്ചെടുക്കാൻ കഴിവില്ലാത്തതുകൊണ്ട്. അപ്പോൾ എക്സാമ്പിൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? പ്രോപ്പ് റൂട്ട്സിന് എക്സാമ്പിൾ ഫൈക്കസ് ഗ്ലോമറേറ്റ, പിന്നെ എപ്പിഫൈറ്റിക് ഓർക്കിഡ്സിൻ്റെ കേസ് പറഞ്ഞു. പിന്നെ ഹോസ്റ്റോറിയൽ റൂട്ട്സിന് എക്സാമ്പിൾ
മിസ്റ്റിൽട്ടോ, അതായത് വിസ്കം ആൽബം, ഡോഡർ, പിന്നെ സെൻഡാലം ആൽബം പറഞ്ഞു. സെൻഡാലം ആൽബം ആണ് ചന്ദനത്തിൻ്റെ സയൻറ്റിഫിക് നെയിം. പിന്നെ റൂട്ട്സ് കഴിഞ്ഞ് റൂട്ട്സിൻ്റെ അടുത്ത ടൈപ്പ് ഓഫ് റൂട്ട്സ് ആണ് സ്റ്റിൽറ്റ് റൂട്ട്സ്. സ്റ്റിൽറ്റ് റൂട്ട്സ് ഒരു ടൈപ്പ് ഓഫ് അഡ്വൻറ്റീഷ്യസ് റൂട്ട്സ് ആണ്, ലാറ്ററൽ ബ്രാഞ്ചസിൽ നിന്നും താഴത്തോട്ടേക്ക് വളരുന്നത്. ഇത് ഒരു ടൈപ്പ് ഓഫ് മാംഗ്രൂവ്സിലൊക്കെ വളരെ കോമൺ ആണ്. ബേസിക് ആയിട്ട് ഇത് സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്, ട്രീസിൻ്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റിൽറ്റ് റൂട്ട്സ് ഉണ്ടാവാറ്. ഇതിൻ്റെ ഫസ്റ്റ് ഇമേജസ് അതിൻ്റെ എക്സാമ്പിളാണ്. എക്സാമ്പിൾ ഇൻ മാംഗ്രൂവ് സ്പീഷീസ്. പിന്നെ സ്റ്റോറേജ് റൂട്ട്സ് എന്ന് പറയുമ്പോൾ മോഡിഫൈഡ് റൂട്ട്സ് ഫോർ സ്റ്റോറേജ് ഓഫ് ഫുഡ് ഓർ വാട്ടർ, എല്ലാവർക്കും അറിയാവുന്ന പോലെ ക്യാരറ്റ്സ്, ബീട്രൂട്ട്സ്, പിന്നെ അതൊക്കെ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് സ്റ്റോറേജ് റൂട്ട്സിന്. ക്യാരറ്റ്, ബീട്രൂട്ട്, ഒനിയൻസ് എല്ലാം സ്റ്റോറേജ് റൂട്ട്സ് ആണ്. ടൈപ്പ് ഓഫ് റൂട്ട്സ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ വരുന്നത് മൈക്കോറൈസയാണ്. മൈക്കോറൈസ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമ്പോസിറ്റ് സ്ട്രക്ചർ ഓർ ഇൻവേഡഡ് റൂട്ട്ലെറ്റ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ കോമ്പിനേഷൻ ഓഫ് മോഡിഫൈഡ് റൂട്ട്ലെറ്റ്. മരങ്ങളുടെ വേരുകളും ഫംഗസുകളും തമ്മിലുള്ളൊരു സിംബയോട്ടിക് അസോസിയേഷൻ്റെ പേരാണ് ഈ മൈക്കോറൈസ. അത് ഏതൊക്കെ ടൈപ്പ് ഓഫ് മരങ്ങളിൽ കാണാൻ പറ്റും എന്നുള്ളത് പൈനസുകളിൽ, പിസിയ, എബീസ്, സീഡ്രസ്, കുപ്രസ്, പോപ്ലസിലൊക്കെ ഈ മൈക്കോറൈസ കാണും. മൈക്കോറൈസ വളരെ ബെനിഫിഷ്യലാണ് ഇൻ ദ കേസ് ഓഫ് ട്രീസ്. അതിൻ്റെ വളർച്ചേനെ വളരെയധികം പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാറുണ്ട്. മൈക്കോറൈസ ഓർത്ത് വയ്ക്കുക. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ റൂട്ട്സ് ഓഫ് ലാർജർ പ്ലാന്റ്സ് വിത്ത് ഫംഗസുമായിട്ടുള്ള സിംബയോട്ടിക് അസോസിയേഷനാണ് മൈക്കോറൈസ. പിന്നെ ബാർക്ക് എന്താണ്? എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ബാർക്ക് നമ്മുടെ മരങ്ങളുടെ പുറത്തുള്ള ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദ സ്റ്റെമ്മാണ് ബാർക്ക്. പിന്നെ ചില വുഡി പ്ലാന്റ്സിന് ഇത് റൂട്ട്സിലും കാണാൻ പറ്റും നമുക്ക് ബാർക്ക്. ഇതിൽ ഇന്നർ ബാർക്കും ഉണ്ട്, ഔട്ടർ ബാർക്കും ഉണ്ട്. ബാർക്കിൻ്റെ കേസിൽ ഇന്നർ ബാർക്ക് ചിലപ്പോൾ ലിവിങ് ടിഷ്യൂ ആയിരിക്കും, അതിന് ജീവൻ ഉണ്ടാകാം. ഇത് ഇന്നർ മോസ്റ്റ് ഏരിയ ഓഫ് ദ പെരിഡേമിലാണ് ബാർക്ക് ഇരിക്കുന്നത്. പെരിഡേമിൻ്റെ ഇന്നർ മോസ്റ്റ് ഏരിയ ആണ് ഈ ഇന്നർ ബാർക്ക് എന്ന് പറയുന്നത്. പിന്നെ ഔട്ടർ ബാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഡെഡ് ആയിരിക്കും. നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റുന്നത് എപ്പോഴും ഔട്ടർ ബാർക്ക് ആയിരിക്കും. ഈ ബാർക്കിൻ്റെ ടെക്സ്ചർ വെച്ചിട്ട് നമുക്ക് ചില മരങ്ങളുടെ ഡിസ്റ്റിങ്വിഷിങ് ഫീച്ചർ നമ്മൾ കാണാറുണ്ട്. ചിലതിന് ക്രൊക്കഡൈൽ ബാർക്കൊക്കെ കാണാറുണ്ട്. അതൊക്കെ അതിൻ്റെ ഡിസ്റ്റിങ്വിഷിങ് ഫീച്ചറാണ്. ബാർക്ക് മേ ബി സ്മൂത്ത് ഓർ റഫ് ഇൻ സ്ട്രക്ചർ. ഇൻ സം ട്രീസ് അപ്പിയറൻസ് ഓഫ് ബാർക്ക് ഗിവ്സ് ആൻ ഐഡിയ അബൌട്ട് ദ ഏജ് ഓഫ് ദ ട്രീ. എത്രത്തോളം ബാർക്ക് ഉണ്ടെന്നതിനെ വെച്ച് നമുക്ക് ഈ മരം എത്ര പഴക്കമുള്ളതാണെന്നും കൂടെ പറയാൻ പറ്റും. അത് ലോജിക്കലാണ്, എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ബ്രാഞ്ചസ്. മെയിൻ സ്റ്റെം, അതായത് നമ്മുടെ ബോൾ എന്താന്ന് പറഞ്ഞില്ലേ, നമ്മുടെ മണ്ണിന് മുകളിലോട്ട് ഫസ്റ്റ് ബ്രാഞ്ചിങ് വരെ ഉള്ള ആ ഒരു പോർഷനാണ് ബോൾ. അപ്പോൾ ഈ ബ്രാഞ്ചിങ് തൊട്ടാണ് നമ്മൾ ഈ ബ്രാഞ്ചസിനെ കുറിച്ച് പറയുന്നത്. സെക്കൻഡറി സ്റ്റെം ഗ്രോയിങ് ഫ്രം ദ മെയിൻ സ്റ്റെം. ഒരു മെയിൻ സ്റ്റെമ്മിൽ നിന്ന് പോകുന്ന സെക്കൻഡറി സ്റ്റെമ്മുകളെയാണ് നമ്മൾ ബ്രാഞ്ചസ് എന്ന് വിളിക്കുന്നത്. ഇത് വളരെ ഡിഫറെൻ്റ് ആണ് ഡിഫറെൻറ്റ് സ്പീഷീസുകൾക്ക്. ഒരുവിധം മൊത്തത്തിൽ നമ്മൾ പറയുമ്പം എല്ലാ പ്ലാന്റ്സിൻ്റെയും ബ്രാഞ്ചസ് ഒരു 60 തൊട്ട് 70 ഡിഗ്രി ചരിവിലാണ് വളരുന്നത്. പിന്നെ ചില പ്ലാന്റ്സിൻ്റെ കേസിൽ ഇത് 20 to 30 ഡിഗ്രിയാണ്. പോപ്ലസ് നൈഗ്ര അല്ലെങ്കിൽ കുപ്രസ് സെംപെരിവെറൻസ് എന്ന് പറയുന്ന സ്പീഷീസിലൊക്കെ, അതായത് ഈ റൈറ്റ് സൈഡിൽ മുകളിൽ കാണുന്ന സ്പീഷീസ് ട്രീ, അതിൽ 20 തൊട്ട് 30 ഡിഗ്രി വരെയുള്ള ആംഗിളിലാണ്. അതാണല്ലോ അതിങ്ങനെ മുകളിലോട്ട് തന്നെ ഇരിക്കുന്നത്. ആ ഒരു ആംഗിളിലും ബ്രാഞ്ചസ് വളരാറുണ്ട്. ഇതൊക്കെ ആ ഒരു ട്രീയുടെ ഡിസ്റ്റിങ്വിഷിങ് ഫീച്ചറാണ്. ഏകദേശം ഇപ്പോൾ ഒരു മരത്തിൻ്റെ ബ്രാഞ്ച് അതിങ്ങനെയാണെങ്കിൽ അത് ഇന്ന മരമായിരിക്കും എന്നുള്ളൊരു ഐഡിയ ഉണ്ടല്ലോ, അത് അതിൻ്റെ ഡിസ്റ്റിങ്വിഷിങ് ഫീച്ചറാണ്. പിന്നെ ദിയോദാര്, ദ്വബങ്ക എന്ന് പറയുന്ന മരങ്ങൾ, ദേവദാരുവിലൊക്കെ ഹൊറിസോണ്ടൽ ആയിരിക്കും ബ്രാഞ്ചസ്. അതാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണപ്പെടുന്നത്. ഇത് ദേവദാരുവാണ്. ദേവദാരുയുടെ ബ്രാഞ്ചിങ് കാണുന്നുണ്ടല്ലോ, ഓൾമോസ്റ്റ് 50 ഡിഗ്രിയിലാണ് അതിൻ്റെ ബ്രാഞ്ചസ് പോകുന്നത്. പിന്നെ എനോജീസസ്, പെൻഡുല, ടെർമിനാലിയ, മെരിയോകാർപ്പ്, എബീസ്, പിൻഡ്രോ, ഇവരുടെയൊക്കെ ബ്രാഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തോട്ടേക്ക് തൂങ്ങിയായിരിക്കുന്നത്, ഡ്രോപ്പിംഗ് ഡൗൺവേർഡ്സ്. അതാണ് ഈ താഴെ കൊടുത്തിരിക്കുന്ന ഈ ചെറിയ പിക്ചർ. അത് എബീസ്, പിൻഡ്രോ ആണ്. അതിൻ്റെ ട്വിൻസ് എപ്പോഴും ഒരു ബ്രാഞ്ച് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ട്വിൻസ് ഇലകൾ എപ്പോഴും ഇങ്ങനെ താഴോട്ടേക്കാണ് അതിൻ്റെ ഫേസ് ചെയ്തിരിക്കുന്നത്. പോപ്ലസ് നൈഗ്രയിലും കുപ്രസിലും 20 to 30 ഡിഗ്രി മുകളിലോട്ടാണ്
നിൽക്കുന്നത്. ദ്യോതരൻ ദ്വബങ്കയിൽ ഹൊറിസോണ്ടലാണ്, 50 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. എ ബി സ്പിൻഡ്രലൊക്കെ ഡ്രോപ്പിംഗ് ഡൗൺവേർഡ്സ്. ഇതൊക്കെ ഈ ബ്രാഞ്ചിങ് നമ്മുടെ ട്രീയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്റ്റിങ്വിഷിങ് ഫീച്ചറാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യയിൽ എങ്ങനെയാണ് ഫോറസ്ട്രിയുടെ ഹിസ്റ്ററി. ഇത് കുറച്ച് സംവാട്ട് ബോറിംഗ് പോർഷനാണ്, പക്ഷെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ ദ കേസ് ഓഫ് കോമ്പറ്റേറ്റീവ് എക്സാംസ്. നമുക്ക് ഒരു കഥ കേൾക്കുന്ന പോലെ കേട്ടു പോവാം, പക്ഷെ അതിലെ ചില ഇയറുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മിങ് ടു ദ ഇന്ത്യൻ ഹിസ്റ്ററി ഇൻ ദ കേസ് ഓഫ് ഫോറസ്ട്രി. പണ്ട് കാലം തൊട്ടേ ഫോറസ്ട്രി ഇന്ത്യൻ കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ്. നമ്മുടെ രാജാക്കന്മാരായാലും എല്ലാവരും ഫോറസ്ട്രി പ്രാക്ടീസസിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. ഇൻ ആൻഷ്യൻറ്റ് ഇന്ത്യൻസ് റെക്കഗ്നൈസ്ഡ് ബെനിഫിറ്റ്സ് ഓഫ് ട്രീസ് ആൻഡ് ഫോറസ്റ്റ്. വന അല്ലെങ്കിൽ ആരണ്യ എന്ന് നമ്മൾ വിളിക്കും ട്രീസിനെ. ആരണ്യകം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. പ്രൊട്ടക്റ്റഡ് ദ ട്രീസ് ആൻഡ് ഫോറസ്റ്റ്. പണ്ടുകാലം തൊട്ടേ ആൻഷ്യൻറ്റ് ഇന്ത്യൻസ് കാടുകൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, വനം അല്ലെങ്കിൽ ആരണ്യത്തിന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എഫേർട്സ് ഇടുന്നവരാണ്. അവർക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് അറിയുന്നത് കൊണ്ട് അവർ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ ട്രീ വേർഷിപ്ഡ് ഇൻ ദ നെയിം ഓഫ് ഡിഫറെൻറ്റ് ഗോഡ്സ്. എല്ലാവരും പണ്ട് പ്രകൃതിനെ സ്നേഹിച്ചുകൊണ്ടിരുന്നത് വെറും ബെനിഫിറ്റ്സ് നോക്കി മാത്രമല്ല, ഭയം കൊണ്ടുമാണ്. പല ദൈവങ്ങളുടെയും പേരിട്ടിട്ടാണ് ഇവർ വേർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ മരങ്ങളുടെ കേസിലും പല ദൈവങ്ങളുടെ പേരിട്ടിട്ട് ഇവർ മരങ്ങളെ സംരക്ഷിക്കാറുണ്ട്. പിന്നെ വേദങ്ങളിലും പറയുന്നുണ്ട്, ന്യൂമറസ് മെൻഷനിങ് അബൌട്ട് ട്രീസ്, ഫോറസ്റ്റ് ആൻഡ് ദെയർ വേദങ്ങളിലും പറയുന്നുണ്ട് മരങ്ങളുടെ ഇമ്പോർട്ടൻസ്, പിന്നെ ഫോറസ്റ്റ് എന്തിനാണ് അതിനെ സംരക്ഷിക്കുന്നത്, ഇതിനൊക്കെ കുറിച്ച് വേദങ്ങളിലും പിന്നെ വിഷ്ണു പുരാണങ്ങളിലും പറയുന്നുണ്ട്. 9 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫോറസ്റ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോറസ്റ്റിനെ കുറിച്ച് വിഷ്ണു പുരാണയിൽ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ പറയുന്നത് എവിടെയാ, കൗടില്യയുടെ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നുണ്ട് അബൌട്ട് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് ഇൻ മൗര്യ കിങ്ഡം. മൗര്യ സാമ്രാജ്യത്തിലെ രാജാക്കന്മാർ എങ്ങനെയാണ് ഫോറസ്റ്റ് മാനേജ് ചെയ്തിരിക്കുന്നതെന്ന് കൗടില്യയുടെ അർത്ഥശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. The stringent laws for hunting wild animals, Maurya Empire created 5 forest division for better management. ആദ്യമായിട്ടപ്പോൾ ഫോറസ്റ്റ് ഡിവിഷൻസ് ഉണ്ടാക്കിയത് ആരാ? മൗര്യ കിങ്ഡം ഉള്ളവരാണ്. അവർ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലോസ് കൊണ്ടുവന്നു ആനിമൽസിനെ ഹണ്ട് ചെയ്യുന്ന കേസിൽ. അല്ലെങ്കിൽ അത് വളരെ അൺകൺട്രോൾഡ് ആയിട്ട് പോകുമല്ലോ. പണ്ട് കാലത്തൊക്കെ ആനിമൽ ഹണ്ടിങ് വളരെ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ആണ് ആൾക്കാരും രാജാക്കന്മാരൊക്കെ കണ്ടിരുന്നത്. ആ ഒരു കേസിൽ മൗര്യ കിങ്ഡം ഒരു ലോ കൊണ്ടുവന്നായിരുന്നു ഫോർ പ്രിവെൻറ്റിങ് ദ ഹണ്ടിങ് ഓഫ് വൈൽഡ് ആനിമൽസ്. അപ്പോൾ ഈ മൗര്യ എംപയർ ആണ് 5 ഫോറസ്റ്റ് ഡിവിഷൻ കൊണ്ടുവന്നത്. എന്തിന്? കാടുകളെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ കാടുകളെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിവിഷൻസ് ആയിട്ട് തിരിച്ചു. പിന്നെ ഗൗതമ ബുദ്ധ എൻഡോർ ട്രീ പ്ലാന്റിങ് ബുദ്ധ ട്രീ പ്ലാന്റിങ് എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻ രാമായണ ആൻഡ് മഹാഭാരത് ഹൈലൈറ്റഡ് ദ ഫോറസ്റ്റ് ആൻഡ് നാച്ചുറൽ ലിവിങ്. രാമായണത്തിലും മഹാഭാരതത്തിലൊക്കെ നമ്മൾ വനവാസം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ നാച്ചുറൽ ലിവിങ്ങിനെയും ഈ കാടുകളെയൊക്കെ വളരെയധികം പ്രൊമോട്ട് ചെയ്തിരുന്നു. പിന്നെ ഗുപ്ത പീരീഡിൽ, അതായത് 6000 തൊട്ട് 7000 AD വരെ ഫോറസ്റ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ സോഴ്സ് ഓഫ് എ റവന്യൂ. ഒരു നല്ലൊരു വരുമാന മാർഗമായിട്ടാണ് അവർ ഫോറസ്റ്റിനെ കണ്ടിരുന്നത്. ഇതൊക്കെ പണ്ട് കാലത്ത് നമ്മൾ കാടിനെ എങ്ങനെയാണ് കണ്ടിരുന്നത്. അതായത് വേദങ്ങളിലും വിഷ്ണു പുരാണങ്ങളിലൊക്കെ ഫോറസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ കൗടില്യയുടെ അർത്ഥശാസ്ത്രത്തിലാണ് ഈ മൗര്യ കിങ്ഡത്തിനെ കുറിച്ച് പറഞ്ഞത്. അവരാണ് സ്ട്രിഞ്ചന്റ് ലോസ് എഗെയിൻസ്റ്റ് ദ ഹണ്ടിങ് ഓഫ് ആനിമൽസ് ഹണ്ടിങ്ങിന് എതിരായിട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലോസ് ഇറക്കിയത് മൗര്യ കിങ്ഡമാണ്. മൗര്യ എംപയർ ആണ് 5 ഫോറസ്റ്റ് ഡിവിഷൻസ് കൊണ്ടുവന്നത്. എന്തിനാ? ബെറ്റർ ആയിട്ട് ഫോറസ്റ്റ് മാനേജ് ചെയ്യാൻ. പിന്നെ ഗൗതമ ബുദ്ധ ഫോറസ്റ്റ് ട്രീ പ്ലാന്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ടുണ്ട്. രാമായണത്തിലും മഹാഭാരതത്തിലും ഒക്കെ ഈ ഫോറസ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് ഫോറസ്റ്റും പിന്നെ നാച്ചുറൽ ലിവിങ്ങിൻ്റെയും ഒക്കെ ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗുപ്ത പീരീഡിൽ വരെ ഫോറസ്റ്റ് ഈസ് കൺസിഡേർഡ് ആസ് ബെറ്റർ സോഴ്സ് ഓഫ് റവന്യൂ. ഒരു നല്ല വരുമാന മാർഗമായിട്ടാണ് ഇവർ ഫോറസ്റ്റിനെ കണ്ടിരുന്നത്. ഇനി വരുവാണെങ്കിൽ കൊളോണിയൽ എറ. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ 1694 അവിടെയാണ് ഫസ്റ്റ് ഫോറസ്റ്റ് പോളിസി ഇനോസിയേറ്റഡ് അണ്ടർ ദ ഡയറക്ഷൻ ഓഫ് കൊണോളി. കൊണോളി എന്ന് പറയുന്നത് ഒരു കളക്ടർ ഓഫ് ഫോറസ്റ്റ് ആണ്. ആളാണ് ഫസ്റ്റ് ഫോറസ്റ്റ് പോളിസി കൊണ്ടുവരണം എന്നുള്ള ഒരു
കാര്യം മുന്നോട്ട് വെച്ചത്. നമുക്ക് നമ്മുടെ ഇന്ത്യക്ക് ഒരു പോളിസി വേണം നമ്മുടെ ബെറ്റർ ഫോറസ്റ്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്നൊക്കെ. പിന്നീട് ഇദ്ദേഹം തന്നെ ഈ കൊണോളിയുടെ നേതൃത്വത്തിൽ 1842 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷമാണ്. 1842 ഇന്ത്യയിലെ ആദ്യത്തെ ടീക്ക് പ്ലാന്റേഷൻ വന്നു. എവിടെയാണ് വന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ ടീക്ക് പ്ലാന്റേഷൻ നമ്മുടെ കേരളത്തിൽ നിലമ്പൂരിലാണ് വന്നത്. ആരാണത് നട്ടത്? ചന്തുമേനോൻ എന്ന് പറയുന്നൊരു ആളാണത് നട്ടത്. അണ്ടർ ദ ഡയറക്ഷൻ ഓഫ് മിസ്റ്റർ HV കൊണോളി, ദ കളക്ടർ ഓഫ് മലബാർ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയുടെ ഫസ്റ്റ് ടീക്ക് പ്ലാന്റേഷൻ. ഇന്ത്യയുടെ ഫസ്റ്റ് ടീക്ക് പ്ലാന്റേഷൻ മാത്രമല്ല, വേൾഡ്സ് ഫസ്റ്റ് ടീക്ക് പ്ലാന്റേഷനും നിലമ്പൂർ തന്നെയാണ്. ദ സെയിം. ഇപ്പം നമ്മളതിനെ കൊണോളി പ്ലോട്ട് എന്ന് പറഞ്ഞിട്ടാണ് അറിയപ്പെടുന്നത്. നിലമ്പൂരുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഈ കൊണോളി പ്ലോട്ട്. ഇപ്പോഴും പോയാൽ കാണാൻ പറ്റും. ചാലിയാറിൻ്റെ തീരത്താണ് ഈ കൊണോളി പ്ലോട്ട് ഉള്ളത്. 1842 ഇന്ത്യസ് വേൾഡ്സ് ഫസ്റ്റ് ടീക്ക് പ്ലാന്റേഷൻ ഇൻ നിലമ്പൂർ ബൈ ചന്തുമേനോൻ അണ്ടർ ദ ഡയറക്ഷൻ ഓഫ് കൊണോളി. കൊണോളി എന്ന് പറയുന്നത് കളക്ടർ ഓഫ് ഫോറസ്റ്റ് ആണ്. പിന്നീട് 1853 എന്ത് നടന്നു? റെയിൽവേ ഇൻട്രൊഡ്യൂസ്ഡ് റിസൾട്ടിങ് ഇൻ എക്സ്റ്റെൻസീവ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഫോറസ്റ്റ് റിസോഴ്സസ്. പണ്ട് കാലത്ത് ഈ റെയിൽവേ സ്ലീപ്പേഴ്സ് ഒക്കെ ഉണ്ടാക്കിയിരുന്നത് മരങ്ങളുടെ തടി കൊണ്ടാണ്. അപ്പോൾ ഈ റെയിൽവേ 1853 ഇൻട്രൊഡ്യൂസ് ആയതിനു ശേഷം മരങ്ങൾ വളരെ മാസീവായിട്ട് കട്ട് ചെയ്യുകയും അവർ ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്ത് നമുക്ക് മരങ്ങളൊക്കെ വളരെ കുറഞ്ഞൊരു സമയമാണ് ഈ 1853. അപ്പോൾ അങ്ങനെ നമുക്കൊരു വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ളൊരു എക്സ്പ്ലോയിറ്റേഷൻ ആ ഒരു വർഷങ്ങളിൽ കാണാൻ സാധിച്ചു. 1853 അപ്പോഴാണ് റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ ആണ് ഫോറസ്റ്റിൽ നടന്നത്. എപ്പോഴാണ് നമ്മുടെ ഇന്ത്യസ് ഫസ്റ്റ് ടീക്ക് പ്ലാന്റേഷൻ ഏത് വർഷമായിരുന്നു നടന്നിരുന്നത്? 1842. ആരാണ്? ചന്തുമേനോൻ എന്ന് പറയുന്ന മനുഷ്യനാണത് ക്രിയേറ്റ് ചെയ്തത് അറ്റ് നിലമ്പൂർ. ആരാണ് ഇതിന് ചുക്കാൻ പിടിച്ചത്? കൊണോളി എന്ന് പറയുന്ന മനുഷ്യനാണ്. നൗ ഇറ്റ്സ് നോൺ ആസ് കൊണോളീസ് പ്ലോട്ട്. 1853 റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഫോറസ്റ്റിനെ വളരെ മാസീവായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തു. പിന്നീട് 1864 എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർ ഡീട്രി ബ്രാൻഡിസ് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം ഇൻസ്പെക്ടർ ജനറൽ ഓഫ് ഫോറസ്റ്റ് ഇൻ ഇന്ത്യ ആയിട്ട് വന്നു. ദ ഫാദർ ഓഫ് സയൻറ്റിഫിക് ഫോറസ്ട്രി ഇൻ ഇന്ത്യ. നമ്മൾ ഫോറസ്ട്രിയുടെ പിതാവ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തെയാണ്, ഡീട്രിച്ച് ബ്രാൻഡിസിനെയാണ്. അത് 1864 ഇദ്ദേഹം ഇൻസ്പെക്ടർ ജനറൽ ഓഫ് ഫോറസ്റ്റ് ആയിട്ട് വന്നത്. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ പോയിന്റും. പക്ഷേ ഈ കൊണോളി പ്ലോട്ട്, ഇന്ത്യസ് ഫസ്റ്റ് ടീക്ക് പ്ലാന്റേഷൻ്റെ കേസ് നന്നായിട്ട് ഓർത്ത് വയ്ക്കുക. 842 പിന്നെ 864 ഡീട്രിച്ച് ബ്രാൻഡിസ് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് ഫോറസ്റ്റ് ആയിട്ട് വന്നു. ഇദ്ദേഹമാണ് നമ്മുടെ ഫോറസ്ട്രിയുടെ പിതാവ് എന്ന രീതിക്ക് അറിയപ്പെടുന്നത്, ഡീട്രിച്ച് ബ്രാൻഡിസ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ആണ് കൊടുത്തിരിക്കുന്നത് സൈഡിൽ. ഇനി കൊളോണിയൽ ഏറയിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ 1878 ഇമ്പീരിയൽ ഫോറസ്റ്റ് സ്കൂൾ തുടങ്ങി. എവിടെ? ഡെറാഡൂണിൽ. അദ്ദേഹം ആരാണ് തുടങ്ങിയത്? നമ്മുടെ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് ഫോറസ്റ്റ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ഇന്ത്യൻ ഫോറസ്ട്രി ആയിട്ടുള്ള ഡീട്രിച്ച് ബ്രാൻഡിസ് ആണ് ഈ ഇമ്പീരിയൽ ഫോറസ്റ്റ് സ്കൂൾ തുടങ്ങിയത് 1878. ഈ ഇമ്പീരിയൽ ഫോറസ്റ്റ് സ്കൂളാണ് ഈ താഴെ ഫോട്ടോ കൊടുത്തേക്കുന്നത്. ഇതാണിപ്പം ഇന്ത്യൻ ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. യെസ്, അതാണ്. ഇവിടെ ഈ സ്ഥലം ഒരുപാട് ഫേമസ് ആണ്. ഇതിന് ഇനീഷ്യൽ പേരായിരുന്നു ഇന്ത്യൻ ഫോറസ്റ്റ് സ്കൂൾ. എവിടെയാണ് സ്ഥലം? ഡെറാഡൂണിലാണ്. ആരാണിത് നിർമ്മിച്ചത്? ഡീട്രിച്ച് ബ്രാൻഡിസ്, ഹു വാസ് ദ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് ഫോറസ്റ്റ് ഇൻ ഇന്ത്യ. പിന്നെ 1890 ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ തുടങ്ങി കൊൽക്കത്തയിൽ. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് ഈ 1894 ഇന്ത്യയുടെ ആദ്യത്തെ ഫോറസ്റ്റ് പോളിസി. 1894 തുടങ്ങിയത്. ഫസ്റ്റ് നാഷണൽ ഫോറസ്റ്റ് പോളിസിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്, അത് മറക്കാൻ പാടില്ല. പിന്നെ 1906 ബ്രിട്ടീഷ് ഇമ്പീരിയൽ ഫോറസ്റ്റ് സ്കൂൾ റീഎസ്റ്റാബ്ലിഷ്ഡ് ആസ് ഇമ്പീരിയൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ സെയിം ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിന് നമ്മൾ ഇമ്പീരിയൽ ഫോറസ്റ്റ് സ്കൂൾ എന്നാണ് ഫസ്റ്റ് പേര് കൊടുത്തത്. പിന്നെ അതിൻ്റെ പേര് മാറ്റി ഇമ്പീരിയൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇപ്പോൾ അത് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് പേര്.
അണ്ടർ ദ ബ്രിട്ടീഷ് ഇമ്പീരിയൽ ഫോറസ്ട്രി സർവീസ്. അതിൻ്റെ അണ്ടറിലാണ് വന്നത്. പേര് മാറ്റി എന്നേ ഉള്ളൂ 1906. പിന്നെ 1916 സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വന്നു. അതും കൊൽക്കത്തയിലാണ്. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയും സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും കൊൽക്കത്തയിലാണ്, മറക്കരുത്. പിന്നെ 1927 ഇൻ ദ കേസ് ഓഫ് ഇന്ത്യൻ ഫോറസ്ട്രി ഹിസ്റ്ററി, ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് വന്നത് വളരെ ഒരു നാഴികക്കല്ലാണ്. 1927 വന്ന ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഫോറസ്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ വന്നത്. ഏതൊക്കെ? റിസർവ് ഫോറസ്റ്റ്, പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് ആൻഡ് വില്ലേജ് ഫോറസ്റ്റ്. ഈ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ടിന്റെ ബേസിസിലാണ്. ഒരു കാരണവശാലും മറക്കരുത്, ഫസ്റ്റ് നാഷണൽ ഫോറസ്റ്റ് പോളിസി വന്നത് 1894 പിന്നീട് ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് വന്നത് 1927 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത്. പിന്നെ വരുന്നത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടമാണ്. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത് ഫസ്റ്റ് നാഷണൽ ഫോറസ്റ്റ് പോളിസി ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. അത് 1952. നമ്മളെ ഫസ്റ്റ് പോളിസി ഇപ്പോൾ പറഞ്ഞാൽ 1894 അത് ഇൻഡിപെൻഡൻസിന് മുമ്പായിരുന്നു. പിന്നീട് ഇൻഡിപെൻഡൻസിന് ശേഷമാണ് നമ്മുടെ സെക്കൻഡ് പോളിസി വന്നത്. അത് 1952 ഇതിനെ ഫസ്റ്റ് പോളിസി ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്ന് പറയാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 52 തന്നെയാണ് വനമഹോത്സവം തുടങ്ങിയത്. ഈ പോളിസി ഇറങ്ങിയതിന് ശേഷം ഒരു ഇന്ത്യ മുഴുവനുള്ള ഒരു പ്ലാന്റിംഗ് പ്രോഗ്രാമാണ് ഈ വനമഹോത്സവം. അത് തുടങ്ങിയത് 52. പിന്നീട് 65 ഗിർ നാഷണൽ പാർക്കും വൈൽഡ് ലൈഫ് സാങ്ച്വറി ഒക്കെ വന്നു. 1966 ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓൾ ഇന്ത്യ സർവീസസ് ആക്ടിൻ്റെ അണ്ടറിൽ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് വന്നു. അതായത് നമ്മുടെ IAS IPS ഒക്കെ പോലെ തന്നെ IFS വന്നു. പിന്നെ 1972 പ്രൊജക്ട് ലൈൻ സ്റ്റാർട്ട് ചെയ്തത്. പ്രൊജക്ട് ലൈൻ ഇതുപോലെ നമുക്ക് പല ആനിമൽസിന് വളരെ സെപ്പറേറ്റ് ആയിട്ട് പ്രൊജക്റ്റുകൾ നടക്കുന്നുണ്ട്. അത് അതിൻ്റെ ആ ഒരു സ്പീഷീസിൻ്റെ കൺസർവേഷന് വേണ്ടിയിട്ടാണ്. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് അനൗൺസ് ചെയ്യുന്നതും അതൊക്കെ ഈ പ്രൊജക്റ്റിൻ്റെ ബേസിസിലാണ്. അപ്പോൾ 1972 ഒരു പ്രൊജക്റ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോറസ്ട്രിയുടെ കേസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആക്റ്റാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. ഇത് വന്നത് 1972. അപ്പോൾ നമ്മളിപ്പോൾ എത്ര ആക്റ്റുകൾ പറഞ്ഞു? 1927 വന്ന ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് പറഞ്ഞു, 1972 വന്ന വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വന്നു. 2 പോളിസീസ് പറഞ്ഞു. 1894 ഫസ്റ്റ് നാഷണൽ ഫോറസ്റ്റ് പോളിസിയും 52 ഫസ്റ്റ് പോളിസി ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, ടെക്നിക്കലി സെക്കൻഡ് ഫോറസ്റ്റ് പോളിസിയും പറഞ്ഞു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കണം. 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഇനാക്ട് ചെയ്തത് 1972. പിന്നെ 73 നമ്മൾ ഷിപ്കോ മൂവ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. കഴിഞ്ഞതിന് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻ ദ കേസ് ഓഫ് കമ്മ്യൂണിറ്റി ഫോറസ്റ്റ് നമ്മൾ ഷിപ്കോ മൂവ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. എന്തിനായിരുന്നു ഷിപ്കോ മൂവ്മെൻറ്റ് പറഞ്ഞ? മരങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മരങ്ങളെ അനിയന്ത്രിതമായിട്ട് വെട്ടുന്നതിന് എതിരായിട്ട് ആൾക്കാരുടെ ഒരു മൂവ്മെൻ്റാണ്. അതിലൊരു സ്ഥലം നടന്നത് ഗർവാൾ ഹിമാലയയിൽ വെച്ചിട്ടാണ്. ഹഗ്ഗിങ് ചിപ്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഹഗ്ഗിങ് ട്രീസ് ആണ് അവിടുത്തെ മെയിനായിട്ടുള്ളത് ആക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ 1973 ആഫ്റ്റർ ദ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രൊജക്ട് ടൈഗർ അനൗൺസ് ചെയ്തു 1973. പിന്നെ 1975 നമ്മുടെ കേരളത്തിലെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപനമായ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചിയിൽ സ്ഥാപിതമായി 75. പിന്നെ 76 നാഷണൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ വന്നു. പിന്നെ 1980 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് വന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്റ്റാണ് ഫോറസ്റ്റ് കൺസർവേഷൻ. എന്തിനാണ് നമ്മൾ ഫോറസ്റ്റ് കൺസർവ് ചെയ്യുന്നത്? അതായത് ഫോറസ്റ്റ് ഒരിക്കലും നോൺ ഫോറസ്ട്രി പർപ്പസുകൾക്ക് കൊടുക്കരുത് എന്ന് പറയുന്ന ഒരു തീരുമാനം വന്നത് ഈ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിലൂടെയാണ്. പിന്നീട് 1981 ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ഫൗണ്ടഡായി, അതും ഡെറാഡൂണിലാണ്. 82 വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ആയി, അതും ഡെറാഡൂണിലാണ്. 1986 കേരളത്തിലെ ഒരേ ഒരു ഫോറസ്ട്രി കോളേജായ കോളേജ് ഓഫ് ഫോറസ്ട്രി അണ്ടർ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ആയത്. എപ്പോഴാണ്? 1986. അതേ വർഷമാണ് നമ്മുടെ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് നടന്നത്. ഒരു PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ വർഷമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1986 ആ വർഷം തന്നെയാണ് ഫോറസ്ട്രി കോളേജ് സ്ഥാപിതമായത്. ആ വർഷം തന്നെയാണ് ഫസ്റ്റ് ബയോസ്ഫിയർ റിസർവ് നമ്മുടെ എസ്റ്റാബ്ലിഷ് ആയത്, നീലഗിരി ബയോസ്ഫിയർ റിസർവ്. നീലഗിരി ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുമ്പോൾ കേരളം, തമിഴ്നാട്, കർണാടകം നമ്മൾ 3 പേരും
ഷെയർ ചെയ്യുന്നൊരു ബയോസ്ഫിയർ റിസർവ് ആണ് ഈ നീലഗിരി ബയോസ്ഫിയർ റിസർവ്. പിന്നെ 1986 ICFR എസ്റ്റാബ്ലിഷ് ആയി, ഇന്ത്യൻ കൗൺസിൽ ഫോർ ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ. അതായത് ഒരു കൗൺസിലാണ്, ഫോറസ്ട്രി റിസർച്ചിന് വേണ്ടിയിട്ട് ഫണ്ടിങ് ഒക്കെ കൊടുക്കുന്ന ഒരു കൗൺസിലാണ്. അതും ഡെറാഡൂണിലാണ്. ഇൻ ദ കേസ് ഓഫ് ഫോറസ്ട്രി, ഡെറാഡൂൺ ഈസ് എ ഇമ്പോർട്ടൻറ്റ് പ്ലേസ്. നമ്മുടെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെറാഡൂണിലാണ്. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, ICFR, അങ്ങനെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഡെറാഡൂണിലാണ്. പിന്നെ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയും സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും കൊൽക്കത്തയിലാണ്. ഇതിൽ നമ്മൾ മറക്കാതെ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ: ഇന്ത്യയുടെ ഫസ്റ്റ് ടീക്ക് പ്ലാന്റേഷൻ 1842 നിലമ്പൂര് നട്ടു ബൈ ചന്തു മേനോൻ. ആരുടെ ഡയറക്ഷനിലാണ്? കൊണോളി, ഹിസ് ദ കളക്ടർ ഓഫ് ഫോറസ്റ്റ് ഓഫ് മലബാർ. ഇന്ത്യയിലെ ഫസ്റ്റ് ടീക്ക് പ്ലാന്റേഷൻ ആണ്, വേൾഡിലെ ഫസ്റ്റ് ടീക്ക് പ്ലാന്റേഷൻ ആണ്. പിന്നീട് 1864 ഡീട്രിച്ച് ബ്രാൻഡിസ് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് ഫോറസ്റ്റ് ആയിട്ട് വന്നു. അദ്ദേഹമാണ് ദ ഫാദർ ഓഫ് സയൻറ്റിഫിക് ഫോറസ്ട്രി ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ ഫാദർ ഓഫ് ട്രോപ്പിക്കൽ ഫോറസ്ട്രി എന്ന് പറയുന്ന ഡീട്രിച്ച് ബ്രാൻഡിസ്. പിന്നെ ഓർത്തു വെക്കേണ്ടത് ഫസ്റ്റ് നാഷണൽ പോളിസി വന്നത് 1894. പിന്നെ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് വന്നത് 1927. 1952 സെക്കൻഡ് ഫോറസ്റ്റ് പോളിസി വന്നു ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, ഓൾസോ നോൺ ആസ് ദ ഫസ്റ്റ് നാഷണൽ ഫോറസ്റ്റ് പോളിസി ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. പിന്നെ 52 വന മഹോത്സവം ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. 72 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വന്നു. 73 ചിപ്കോ മൂവ്മെന്റ് വന്നു. 73 തന്നെ പ്രൊജക്ട് ടൈഗർ അനൗൺസ് ചെയ്തു. പിന്നെ 1980 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് വന്നു. 1986 എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് വന്നു. ഇതൊക്കെ നമ്മൾ കുറച്ച് നന്നായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് എല്ലാ തരത്തിലുള്ള എക്സാമിലും ഇത് ഈ ഇയേഴ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പോസ്റ്റ് ഇൻഡിപെൻഡൻസിൽ പറയുന്നത് 1988 നമ്മുടെ തേർഡ് പോളിസി വന്നു, നാഷണൽ ഫോറസ്റ്റ് പോളിസി, മൂന്നാമത്തെ. അപ്പോൾ നമ്മൾ 3 പോളിസികളാണ്, നമുക്ക് ഫോറസ്റ്റ് പോളിസികളാണ് ഇതുവരെ ഉള്ളത്. 1980 ഫസ്റ്റ് പോളിസി, ഫസ്റ്റ് നാഷണൽ ഫോറസ്റ്റ് പോളിസി 1894 ഫസ്റ്റ് നാഷണൽ ഫോറസ്റ്റ് പോളിസി. 1894 1952 1952 സെക്കൻഡ് പോളിസി. 1988 തേർഡ് ഫോറസ്റ്റ് പോളിസി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 3 പോളിസികൾ ഇന്ത്യയുടെ കേസിൽ. പിന്നെ 2002 ബയോഡൈവേഴ്സിറ്റി ആക്ട് വന്നു. 2006 ആദ്യത്തെ ടൈഗർ സെൻസസ് നടന്നു. ഈ ടൈഗർ സെൻസസ് കണ്ടക്ട് ചെയ്തതിന് ശേഷമാണ് NTCയുടെ ഇമ്പോർട്ടൻസ് വന്നത്. അപ്പോൾ അങ്ങനെ ഒരു അതോറിറ്റി എസ്റ്റാബ്ലിഷ് ആയി. NTCA മീൻസ് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി. അത് ഡൽഹിയിലാണ് അതിൻ്റെ ആസ്ഥാനം. പിന്നീട് 2006 വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ലോ ഇറങ്ങി. അതാണ് ഈ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് അതർ ട്രഡീഷണൽ ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ് ആക്ട്. ഈ ഒരു ആക്ടിലാണ് ആർക്കൊക്കെ കാട്ടിൽ കയറാം, ആർക്കൊക്കെ എന്തൊക്കെ റിസോഴ്സസ് ശേഖരിക്കാം, ആർക്കൊക്കെ അവിടെ താമസിക്കാം, അതൊക്കെ നമ്മൾ അറിയുന്നത്. അതൊക്കെ ഒരു ലോ ആയിട്ട് ഇറങ്ങുന്നത് ഈ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് അതർ ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ് ആക്ടിലാണ്. അതിനെ നമ്മൾ ഫോറസ്റ്റ് റൈറ്റ് ആക്ട് എന്നും പറയും. ഇത് 2006 ഇറങ്ങിയത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 2009 പ്രൊജക്ട് സ്നോലെപ്പേഡ് വന്നു. 2010 ഗ്രീൻ ട്രൈബ്യൂണൽ എസ്റ്റാബ്ലിഷ് ആയി. ഇതിലിപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. പുരാണങ്ങളുടെ കാലം തൊട്ട് ഫോറസ്ട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് 1842 ഇന്ത്യയുടെ ആദ്യത്തെ ടീക്ക് പ്ലാന്റേഷൻ നട്ടു, ചന്തുമേനോ നട്ടു ബൈ കൊണോളി എന്ന് പറയുന്ന ആളുടെ ഡയറക്ഷനിൽ 1842. പിന്നെ 864 ഡീട്രിച്ച് ബ്രാൻഡിസ് വന്നു, ഹിസ് ദ ഫാദർ ഓഫ് സയൻറ്റിഫിക് ഫോറസ്ട്രി. 1894 നാഷണൽ ഫോറസ്റ്റ് പോളിസി ഇറങ്ങി, ഫസ്റ്റ് പോളിസി. 27 ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് വന്നു. പിന്നീട് 52 സെക്കൻഡ് പോളിസി ഇറങ്ങി. വൻ മഹോത്സവം ഒക്കെ ആ സമയത്താണ് സ്റ്റാർട്ട് ചെയ്തത്. 72 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ആയി. 73 ചിപ്കോ മൂവ്മെന്റ് നടന്നു. 73 തന്നെ പ്രൊജക്ട് ടൈഗർ അനൗൺസ് ചെയ്തു. 76 നാഷണൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ വന്നു. 1980 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വന്നു. 1986 എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് വന്നു. നാഷണൽ മൂന്നാമത്തെ ഫോറസ്റ്റ് പോളിസി 1988 വന്നു. പിന്നെ 2002 നാഷണൽ ബയോഡൈവേഴ്സിറ്റി ആക്ട് വന്നു.
പിന്നീട് 2006 NTSCA രൂപീകരിച്ചു. 2006 ഫോറസ്റ്റ് റൈറ്റ് ആക്ട് വന്നു. ഫോറസ്റ്റ് റൈറ്റ് ആക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത് അതിൻ്റെ വർഷം 2006. 2010 നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ വന്നു. അപ്പോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ട്രീസ് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഐ തിങ്ക് ദിസ് പോർഷൻ ഈസ് ഇനഫ് ഫോർ നൗ.